ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. ഇപ്പോൾ സമയം എന്ന് പറയണത് 19th June 2026 12:35 AM ആണ്. ഇന്ന് വൈകുന്നേരം ഇന്ന് മാച്ച് നമ്പർ 25-ഉം 26-ഉം കാണാനായിരുന്നു എൻ്റെ ആഗ്രഹം. മാച്ച് നമ്പർ 25 and 26 ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026 എൻ്റെ മാച്ചായിരുന്നു. അപ്പം മാച്ച് നമ്മൾ കണ്ടു. മാച്ച് നമ്പർ 25 മാച്ച് എന്ന് പറയുന്നത് ചെക്ക് റിപ്പബ്ലിക് വേഴ്സസ് ആരായിരുന്നു? ചെക്ക് റിപ്പബ്ലിക് വേഴ്സസ് ഇവരായിരുന്നു. ചെക്ക് റിപ്പബ്ലിക് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ആയിരുന്നു. നല്ലൊരു മാച്ചായിരുന്നു. തുടങ്ങിയത് 9:30-ക്കാണ്, തീർന്നത് 11:30-ക്കാണ്. പക്ഷേ ഹാഫ് ടൈമിന് ശേഷം ഞാൻ കാണാൻ വേണ്ടി പോയില്ല. ഡ്യൂ ടു വേരിയസ് റീസൺസ് സെക്കൻഡ് ഹാഫിന് ശേഷം എന്നുവെച്ചാൽ 11:30 PM ശേഷം മുതലുള്ള മാച്ച് ഞാൻ കണ്ടില്ല. ഡ്യൂ ടു ലിസണിങ് ടു അതർ യൂട്യൂബ് വീഡിയോസ് ഞാൻ കണ്ടില്ല. അപ്പം മാച്ച് ഞാൻ ഹാഫ് ടൈം വരെ കണ്ടുള്ളൂ. മാച്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് മാച്ച് നമ്പർ ഇന്ന് മുതൽ സി കേരളയിൽ നമ്മുടെ താഴത്തെ TV-യിൽ സി കേരളം ചാനലില്ലേ, അത് ഞാൻ വച്ചു നോക്കി ആദ്യമേ തന്നെ. അപ്പോൾ അത് വച്ചു നോക്കിയപ്പോഴത്തേക്ക് കണ്ടത് സി കേരളത്തിൽ മാച്ച് ഡേ 1 മാത്രമായിരുന്നു ഇതുണ്ടായിരുന്നത്, ഫ്രീ ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി മുതൽ ടെലികാസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് ഫിഫ വേൾഡ് കപ്പ് 2026. അപ്പോൾ സി കേരളത്തിൽ ഇനി മുതലില്ല. അപ്പോൾ TV-യിലായിരുന്നു ഇത് കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അത് കാരണം പ്രൊജക്ടർ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ സി കേരളത്തിലില്ല. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു പ്രൊജക്ടറിലൂടെ മേളിൽ തന്നെ വന്നിരുന്ന് കാണാമെന്ന്. അപ്പോൾ മാച്ച് കണ്ടു. 9:30 PM to 11:30 PM ഓഫ് 18th June 2026 ഞാൻ ഇരുന്ന് കണ്ടു. ആ മാച്ച് നല്ലൊരു മാച്ചായിരുന്നു. പാട്രിക് ഷിക്ക്, വൺ ഓഫ് ദി ഫേമസ് പ്ലെയേഴ്സ് ഓഫ് ചെക്ക് റിപ്പബ്ലിക്, പണ്ട് ചെക്കോസ്ലോവാക്യ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ശയുദാമോദരം പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇവർ തമ്മിലുള്ള മാച്ച് കണ്ടു. ചെക്ക് റിപ്പബ്ലിക്കും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മാച്ച് 9:30 PM to 11:30 PM ഓഫ് 2026 ഫിഫ വേൾഡ് കപ്പ് 2026 മാച്ച് നമ്പർ 25 ആയിരുന്നു അത്. ചെക്ക് റിപ്പബ്ലിക് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക. അതിൽ ചെക്ക് റിപ്പബ്ലിക് സൗത്ത് ആഫ്രിക്കയും തന്നെ നല്ല കോമ്പറ്റീഷനായിട്ട്. ഇന്ന് രാവിലെ എന്തോ മൂക്കിൽ എന്തോ വേദന എടുക്കണമെങ്കിൽ എന്തോ പൊട്ടിച്ച, പക്ഷെ കുഴപ്പമില്ല, ഉണ്ട്. അപ്പോൾ മാച്ച് കണ്ടു. ഇന്നത്തെ ഫസ്റ്റ് മാച്ചിൽ 25th മാച്ച് 9:30 AM to 11:30 AM 9:30 PM to 11:30 PM ഓഫ് 18th June 2026 നടന്ന മാച്ച് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക വേഴ്സസ് ചെക്ക് റിപ്പബ്ലിക് ആയിരുന്നു. ആ മാച്ചിൽ നല്ല കണ്ടൻഷൻ ആയിരുന്നു. ചെക്ക് റിപ്പബ്ലിക് ആയിരുന്നു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫസ്റ്റ് ഹാഫിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 20 minutes ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു കട്ട് ബാക്ക് കൊടുത്തിട്ട് ഒരു ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഹീറോ ഇവിടെ ഉണ്ടായിരുന്നു. മുമ്പിലേക്ക് ഒരു പാസ് ഇട്ട് കൊടുത്തു. ആ മുമ്പിൽ സ്ട്രൈക്കർ ഉണ്ടായിരുന്നു. സ്ട്രൈക്കർ പതിയെ ഇപ്പുറത്തെ ഉള്ളിലത്തെ വശത്തേക്ക് അടിച്ചു. അപ്പോൾ ചെക്ക് റിപ്പബ്ലിക് 1, സൗത്ത് ആഫ്രിക്ക 0 എന്ന് പറയുന്ന സ്കോർ ലൈനിലാണ് ആ മാച്ച് ഫസ്റ്റ് ഹാഫ് അവസാനിച്ചത്. സെക്കൻഡ് ഹാഫ് എനിക്ക് കാണാൻ വേണ്ടി പറ്റില്ല, വേറെ കുറച്ച് യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ 11:30 PM to 12:30 AM ഓഫ് 10:30 PM to 11:30 PM ഓഫ് 18th June 2026 ആയിരുന്നു ആ മാച്ച് നടന്നിരുന്നത്. സെക്കൻഡ് ഹാഫ് ആ മാച്ചിൽ 80 minutes ആയപ്പോഴത്തേക്കും ഒരു പെനാൽറ്റി കിട്ടി. സൗത്ത് ആഫ്രിക്കയ്ക്ക് പെനാൽറ്റി കിട്ടിയപ്പോഴത്തേക്കും സൗത്ത് ആഫ്രിക്ക എന്താണോ ഇന്നലെ മറ്റേ അർണാട്ടോവിച്ച് ഓസ്ട്രിയയിൽ അടിച്ചത്, ഏത് ഡയറക്ഷനിലേക്കാണോ അടിച്ചത് അതേ ഡയറക്ഷനിലേക്ക് റഫറിനെ കബളിപ്പിച്ചുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് അടിച്ചു. മാച്ച് 1-1 ഡ്രോ ആയി. മാച്ച് നമ്പർ 25 ഓഫ് 2026 ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്ന മാച്ച് 9:30 PM to 11:30 PM 18th June 2026 9:30 PM to 11:30 PM നടന്ന മാച്ചായിരുന്നു. ആ മാച്ച് എന്ന് പറയുന്നത് ചെക്ക് റിപ്പബ്ലിക് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ആയിരുന്നു. സെക്കൻഡ് റൗണ്ട് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു മാച്ചസ്. ഫിഫ വേൾഡ് കപ്പ് 2026 സെക്കൻഡ് മാച്ച് ഡേസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് മുതൽ വീണ്ടും കളിച്ചു തുടങ്ങി. അപ്പോൾ അതിലത്തെ ആദ്യത്തെ മാച്ച് ഡേ ആയിരുന്നു ഇന്ന്. ആദ്യത്തെ മാച്ച് ചെക്ക് റിപ്പബ്ലിക് 1 സൗത്ത് ആഫ്രിക്ക 1 എന്ന് പറയുന്ന ആ ഒരു സ്കോർ ലൈനിലാണ് അവസാനിച്ചത്.
പിന്നീട് ഞാൻ ഈ മേളിലിരുന്ന് പ്രൊജക്ടറിലൊക്കെ കണ്ട്. പിന്നീട് ഇപ്പോൾ ഒരു 12:40 AM ആയി. 19th June 2026 12:40 AM ആയി. മാച്ച് നമ്പർ 26 ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026 കാണാൻ വേണ്ടി പോവുകയായിരുന്നു. അത് സ്വിറ്റ്സർലാൻഡും ബോസ്നിയയാണെന്ന് പറഞ്ഞു. സ്വിറ്റ്സർലാൻഡും സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയായിരുന്നു. തുടങ്ങിയിട്ടുണ്ട്. മാച്ച് റിയാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ 12:40 AM ഓഫ് 19th June 2026 മാച്ച് നമ്പർ 26 ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026 മാച്ച് എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് ബോസ്നിയ. രണ്ടാമത്തെ മാച്ചാണ്. സെക്കൻഡ് മാച്ച് ഡേയുടെ 24th മാച്ച് വരെയാണ് ഫസ്റ്റ് മാച്ച് ഡേയുടെ തീർന്നത്. ഇനി ഒരു 24 മാച്ചസ് കഴിഞ്ഞാണ് സെക്കൻഡ് മാച്ച് ഡേ തീരുന്നത്. അപ്പോൾ വരാം. അപ്പോൾ ഏതൊക്കെ ടീം തമ്മിലാണ്? സ്വിറ്റ്സർലാൻഡും ബോസ്നിയ ആൻഡ് ഹെർസഗോവിന ഇന്ന്. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 12:41 AM ഓഫ് 19th June 2026 സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് ബോസ്നിയ മാച്ച് നമ്പർ 26 ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026. റിയാക്ഷൻസ് ആണ്. പ്രൊജക്ടറിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മലയാളം കമൻട്രിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടാവും. മുമ്പിൽ ലൈറ്റ് ഓഫ് ആയിട്ട്. സ്വിറ്റ്സർലാൻഡിന്റെ മികച്ച താരങ്ങളായിരുന്നു. ഇത് കോപ്പിറൈറ്റ് വന്ന കാരണം സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടി പറ്റൂല. സോറി. അത് കാരണം ഓൺലി മാച്ച് റിയാക്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോറി. സ്വിറ്റ്സർലാൻഡ് ഈസ് അറ്റാക്കിംഗ് മാൻ. സ്വിറ്റ്സർലാൻഡ് കൺസിസ്റ്റന്റ് അറ്റാക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 19th June 2026 മാച്ച് നമ്പർ 26 12:45 AM ഓഫ് സ്വിറ്റ്സർലാൻഡ് അറ്റാക്ക് ചെയ്തത്. സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന മാച്ച് നമ്പർ 26 സെക്കൻഡ് മാച്ച് ഓഫ് മാച്ച് ഡേ 2 19th June 2026 match number 26 of FIFA World Cup from 12:30 AM to 2:30 AM of 19th June 2026 അതാണ് മാച്ച്. ഇപ്പോൾ സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് ബോസ്നിയ 12 minutes കഴിഞ്ഞിരിക്കുന്നു. മാച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മികച്ച രീതിയിലുള്ള പാസ്സാണ് അവിടെ വന്നത്. അന്ന് സ്റ്റാർട്ടിംഗ് ഡേക്ക് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഫിഫ വേൾഡ് കപ്പ് ഇതിൽ കാണുന്നത് പ്രൊജക്ടറിൽ. ഇപ്പോൾ മെക്സിക്കോ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മാച്ചിൽ മെക്സിക്കോ 2-0 ജയിച്ചതിന് ശേഷം മുതൽ ആദ്യമായിട്ടാണ് ഞാൻ പ്രൊജക്ടറിൽ വീണ്ടും കാണുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ സി കേരളം ആപ്പ് ചാനൽ പോയി. ഇനി അതിൽ കാണിക്കൂല ഫ്യൂച്ചർ മാച്ചസ്. ഓൺലി മാച്ച് ഡേ 1 മാത്രമേ ഫ്രീ ആയിട്ട് കാണിച്ചുള്ളൂ. മെല്ലെ ഒന്ന് മേലേക്ക് കയറി വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ബാക്കിൽ നിന്നും സ്വിറ്റ്സർലൻഡ് നമ്പർ 4 നിക്കോ ഇപ്പോൾ മേലേക്ക് കയറിപ്പോയി. ഇവിടെ 2 പേര് ഓപ്പണാണ്. നമ്പർ 8 അതുകൊണ്ട് തന്നെ പുറത്തോട്ട് പുറകിൽ കുറച്ചൊന്ന് ഇറങ്ങി വന്ന് മുന്നിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. നിക്കോ അദ്ദേഹത്തിന് ക്രോസ് ബ്ലോക്ക് ഒരു ചാൻസ് ഉണ്ട് ഇവിടെ ബ്രേക്കിന്. കാരണം നിക്കോ മേലെയാണ്. ഫൈനൽ പാസ് ഡിഫൻഡറുടെ റിക്കാർഡോയുടെ റൈറ്റ് സൈഡിൽ കൂടെ തട്ടിയിട്ട് നല്ലൊരു മുന്നേറ്റം. പക്ഷേ ഈ ക്രോസ് പോയി. അതായത് 1 ടച്ച്, അതായത് ആദ്യത്തെ ടച്ച് എടുത്തിട്ട് ഓടിച്ചെന്ന ആ ബോള് ഇപ്പുറത്തേക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ഇതിന് കണക്ട് ചെയ്യാൻ സാധിച്ചത്. അത് ഈ ടച്ച് ഒന്നും പറയുന്നത് ഗ്രേറ്റ് ടച്ച് തന്നെയാണ്. മുന്നോട്ട് അത് റിക്കോർഡ് റോഡ് ബീറ്റ് ചെയ്യുക. അവിടെ നിന്നാണ് അദ്ദേഹം ക്രോസ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ആ രണ്ടാമത്തെ പാസ് കുറച്ചധികം നീണ്ടുപോകുന്നു. വിക്ടോറിയ പ്ലസന്റ് താരം അമാർ മെമിച്ച് ആയിരുന്നു നമ്പർ 15. അമാർ മെമിച്ച് വിക്ടോറിയ പ്ലസന്റ് ചെക്ക് ലീഗിൽ കളിക്കുന്ന വിക്ടോറിയ പ്ലസന്റ്. അമാർ മെമിച്ചാണ് ക്രോസ് നൽകിയത്. അല്പം നീണ്ടുപോയത്.
ഡെബ്രോവിച്ച് ആ ബോളിന് വേണ്ടി ഇപ്പുറ സൈഡിൽ വിളിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിനെയാണ് അദ്ദേഹം ഉന്നം വെച്ച് പാസ് ചെയ്ത്. നല്ല മുന്നേറ്റമായിരുന്നു. പക്ഷെ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഫലം എടുക്കാനായിട്ട് ബോസ്നിയക്ക് കഴിയാതെ പോകുന്നു. എടുത്തു പറഞ്ഞ അതിന് ആ ഒരു നീട്ടിയെടുത്ത ഒറ്റ ടച്ചാണ്. ആ ഒറ്റ ടച്ചിൽ തന്നെ അവിടെ റോഡ്രിഗോ ഫുള്ളായിട്ട് വീട്ടിലായി പോകുന്നു. ലെഫ്റ്റ് ഫുൾ ബാക്ക് കൊളാഷിനാച്ച് പിടിച്ചെടുക്കുന്നു. ലെഫ്റ്റ് ഫുൾ ബാക്ക് കഴിഞ്ഞ കളിയിൽ അദ്ദേഹമായിരുന്നു ടീമിനെ നയിച്ചിരുന്നത്. ചെക്കോയുടെ അഭാവത്തിൽ വീണ്ടും റേമോസുള്ള വളരെ കൃത്യമായ പന്ത് വാച്ച് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്ന നമ്പർ 7 രതീഷിനെ കാണാൻ നോക്കാണ്. അതിലും എൻഡോയുടെ ആ ഫസ്റ്റ് ടച്ചാണ് എടുത്തു പറയേണ്ടത്. ആ ടച്ച് അദ്ദേഹം ഉള്ളിലേക്ക് എടുത്തിരുന്നെങ്കിൽ അവിടെ ഡെലിച്ച് ബീറ്റിനായി മാറിയാണ്. അതാണ് അദ്ദേഹത്തിന് ആ ഫസ്റ്റ് ടച്ച് ബാക്കിലേക്കായി പോകുന്നത്. അവിടെയാണ് ഡെലിച്ചിന് ആ ബോള് അദ്ദേഹത്തിന് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നത്. ബോസ്നിയൻ രാജ്യത്തിന്റെ ഹിസ്റ്ററി, ഫുട്ബോൾ ഹിസ്റ്ററി അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു. ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. 40 വയസ്സിന് മേലെയുണ്ട് എഡിൻ ചെക്കോയ്ക്ക്. അദ്ദേഹം ഈ വേൾഡ് കപ്പിൽ ഗോൾ അടിച്ചാൽ ചരിത്രത്തിന്റെ ഭാഗമാകും. ബിക്കോസ് വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ 40 പിന്നിട്ട ഗോൾ സ്കോറർ ഒരാളെ ഉള്ളൂ. 40 വയസ്സ് കഴിഞ്ഞ് ലോകകപ്പ് ഫുട്ബോളിൽ വന്ന് ഗോൾ അടിച്ച ഒരാളെ ഉള്ളൂ. 1990-ൽ ക്യാമറൂൺ സ്ട്രൈക്കറായിരുന്ന റോജമില്ല. തന്നെയാണ് അദ്ദേഹം. അതിനുശേഷം ഇപ്പൊ കളിക്കുന്ന ഈ 4ാമത്തെ താരമാണ് 40 വയസ്സിന് മേലിൽ കളിക്കുന്നത്. ഒന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയും ലൂക്ക മോഡ്രിച്ചിന് ശേഷം ഇദ്ദേഹമാണ് 40 വയസ്സും 93 ഡേയ്സുമാണ് അദ്ദേഹത്തിന്റെ പ്രായം. റൊണാൾഡോയ്ക്കും മോഡ്രിച്ചിനും അവർ കളിച്ച ആദ്യ മത്സരങ്ങളിൽ ഗോൾ കണ്ടെത്താൻ സാധിക്കാതെ പോയ സാഹചര്യത്തിൽ എല്ലാ ശ്രദ്ധയും ഇനി എഡിൻ ചെക്കോയാണ്. അദ്ദേഹത്തിന് ആ ഗോള് 40+ ഗോൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. ബോസ്നിയൻ ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരുന്നത്. ബോസ്നിയയുടെ ഓൾ ടൈം ടോപ്പ് സ്കോറർ, ഓൾ ടൈം ഇന്റർനാഷണൽ ക്യാമ്പ് എല്ലാം അദ്ദേഹത്തിന് തന്നെയാണ്. 148 മാച്ചസിൽ നിന്ന് 73 ഗോളുകളും 30 അസിസ്റ്റുമാണ് അദ്ദേഹത്തിനുള്ളത്. ിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നു. നല്ല റൺ വേണം അവിടെ. വിഡ്ബർഗ് ക്രോസ് ബ്ലോക്ക് ചെയ്തു. ത്രോയിനായി മാറുന്നു. നമ്പർ 19 കരീം അലമക്കോവിച്ച്. അത് അലാബയുടെ നമുക്ക് ആ ഒരു അക്കഞ്ചിയുടെ പാസിന്റെ ക്വാളിറ്റിയാണ് നമുക്ക് എടുത്തു വേണ്ടതിൽ. 80-90 മീറ്റർ പാസ്സാണ് വീണ്ടും ഷോർട്ട് പാസ്. അത് റെമോയത് വീണ്ടും ലെഫ്റ്റിലേക്ക് എൻഡോയെ ഇൻസൈഡിലേക്ക് വരുന്നത്. എൻഡോയെ വീണ്ടും ആ റൺ, വീണ്ടും 6 സൈഡ് ബോക്സിലേക്ക് ക്രോസ്. പക്ഷേ അഗൈൻ വെൽ ഡിഫെൻഡഡ് കാറ്റിച്ച്. നമുക്ക് എൻ്റെ ബോൾ തുള്ളിൽ പോകുമ്പോൾ ആണേ നോക്കുന്നില്ല, അദ്ദേഹം പാരലായിട്ട് നോക്കുമായിരുന്നു. പക്ഷേ ബ്രീൽ എപ്പോഴും സൈഡിലേക്ക് ബാക്കിലേക്ക് മാറി ആ ഒരു സ്പേസ് കാണിക്കുന്നുണ്ടായിരുന്നു. നിലം തൊടുന്നുണ്ട്. വീണ്ടും ഒരു വോളി പാസ്, ക്രോസ് വൈസ് ഒരു വോളി പാസ് കൊടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. പക്ഷെ കംപ്ലീറ്റ്ലി മിസ് ചെയ്ത് കളയുന്നു. നല്ലൊരു ബോൾ തന്നെയാണ്. അദ്ദേഹം പാരലായിട്ട് അടിച്ചു കൊടുക്കാനുള്ള ശ്രമമാണ് അവിടെ. ഫ്ലൂറുകളുടെ നല്ല ബോളാണത്. ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതൊന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല സ്വിറ്റ്സർലാൻഡിന്. ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിൽ പൂർണ്ണമായ രീതിയിൽ അത് കട്ടായില്ല. അതുകൊണ്ട് തന്നെ പന്ത് വീണ്ടും ബോസ്നിയയുടെ കൈവശം. പക്ഷേ വളരെ ദുർബലമായ അടിയാണ്. ഇതിൽ നല്ല ഒരടി വേണ്ടിയിരുന്നു ടാൻ എൻഡോയുടെ ഭാഗത്തുനിന്ന്.
നല്ലൊരു മിസ്റ്റേക്ക് തന്നെയാണ് അവിടെ വരുത്തുന്നത്. പക്ഷെ അത് പിടിച്ചെടുത്തു. ഒരു പാസ് ഫസ്റ്റ് ടൈം തന്നെ ഒരു മികച്ച ഷോട്ട് തന്നെ വേണ്ടി വരുന്നു. ഒരു ഗ്രൗണ്ട് ബോൾ ആയി മാറുകയാണത്. ഗോൾ കീപ്പർ വളരെ ഈസിയായിട്ട് പിടിക്കാൻ പറ്റുന്നു. വീണ്ടും പ്രഷർ അതുപോലെ ക്ലിയറിംഗ് വരുന്നവിടെ കുറച്ചുകൂടി പവർഫുൾ ആയ ഒരു ഷോട്ട് ഗോൾ കീപ്പർ നിക്കോളയ്ക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അനായാസം അത് പിടിച്ചെടുക്കാൻ പറ്റി. സ്വിറ്റ്സർലൻഡിന്റെ പരിശീലകൻ ആദ്യ 20 മിനിറ്റുകൾ പിന്നിടുന്നു. ലോസ് ഏഞ്ചലസിൽ ഇപ്പോഴും ഗോൾ രഹിത സമനിലയിൽ ഈ മത്സരം നിൽക്കുകയാണ്. ട്രോഫിയ സ്വിറ്റ്സർലൻഡ് 0, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന 0. ആ ഒരു പുഷ് ചെയ്ത് ഏതായാലും അമാർ വേദിക്കുന്ന സഹായമായി. ആ പുഷ് ചെയ്ത ഗോളിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റി. ശരിക്കും വീണ്ടും അക്കഞ്ചി അവിടെ നോക്കുക. വീണ്ടും ആ ഒരു പാസ് സ്വന്തം താരത്തിലെത്തിക്കാൻ അവിടെ എൻ്റെ പരാജയപ്പെടുകയാണ്. എന്നിട്ട് നോക്കുക, കൂടുതൽ പാസുകൾ എത്തിയത് വയലത്തേടിൽ എത്തിയത് എന്നയുടെ കാലിലാണ്. പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ മിസ് പാസുകൾ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഈ അറ്റാക്കിംഗ് തേടിൽ. തീർച്ചയായും ഏറ്റവും കൂടുതൽ പാസുകൾ സ്വിറ്റ്സർലൻഡ് ആദ്യ 20 മിനിറ്റുകളിൽ കളിച്ചിരിക്കുന്നത് എൻഡോയിലേക്കാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ മിസ്സുകൾ എൻഡോയുടെ ഭാഗത്ത് നടന്നതാണ്. രണ്ട് കാര്യങ്ങളും തമ്മിൽ ഒരു ചേരുംപടി ചേരാത്ത പൊരുത്തപ്പെടാത്ത ഒരു കണക്കാണ്, ഒരു സംഗതിയാണ് നമ്മൾ പങ്കുവച്ചത്. സ്വിറ്റ്സർലൻഡ് എയിമിംഗ് അറ്റ് എൻഡോയെ ഓൾവേസ്. പക്ഷേ എൻഡോയെ അവസാനം അതൊരു പിഴവിൽ, ഭൂരിഭാഗ സമയത്ത് ഒരു പിഴവിൽ അവസാനിക്കുന്ന സീനിലേക്ക് മാറുന്നു. പിന്നെ ബാറ്റിലേക്ക് കളിക്കുന്നു. പക്ഷേ അക്കഞ്ചി സ്പേസിൽ നേരെ എംബോളയിലേക്ക് ക്രോസ് എൻഡോയെ വെയിറ്റിംഗ്. പക്ഷെ എൻഡോയുടെ തലയ്ക്ക് മുകളിലൂടെ അത് പുറത്ത് ബാക്കിലേക്ക് പോയി ലാൻഡ് ചെയ്തു. ഇറ്റാലിയൻ ലീഗിൽ മികച്ച ഒരു ഷോട്ട് തന്നെ പറയാം. ഫസ്റ്റ് പോസ്റ്റിലാണ് അവിടെ വരുന്നത്. അവിടെ ആദ്യ പകുതിയുടെ ഹൈഡ്രേഷൻ ബ്രേക്കിന്റെ ടൈം സ്വിറ്റ്സർലൻഡ് 0, ബോസ്നിയ 0. ഹൈഡ്രേഷൻ ബ്രേക്കിൽ പോകുന്നു. ഞങ്ങൾ പോയി ഉടനെ ഉടനെ സംഭവിക്കില്ല. Someone is helping him. चाय हो जाए, गिरना डिटॉक्स मेरी बारी। एक चाय उनके लिए जो चाय नहीं पीते, गिरना डिटॉक्स। Some things you do for a good life, some for the greater good. 100 Pipers, be remembered for good. Another dance? After you, to life, the SUV, car rocks. When we share who we truly are, real connections happen. Black and white, the magic of sharing. When young India learns, the nation grows. Join India's free education movement. Learn English today on eduara.com. Love makes you go the distance. B6.
Mahindra electric SUV. എംബോയുടെ ബാക്കിലേക്കാണ് ആ ഒരു പാസ് പോകുന്നത് നമുക്ക് കാണാം. ഓ സെന്റർ തന്നെ മിസ്സാവുന്നു. ഇതിലാര് ആദ്യം ഗോളടിക്കും എന്നുള്ളത് ആണ് അറിയേണ്ടത്. കുറച്ചധികം ചാൻസുകൾ സ്വിറ്റ്സർലാൻഡ് Now, on the way to Whitmer, right full back. ഒരു തരത്തിലും എംബോളെ തിരിയാൻ രണ്ടു വശത്തേക്ക് തിരിയാനോ പറയാനോ വിടുന്നില്ല.
referee Barbares. Should be down the Rana. Decision. Benjamin Zagirovic, number 6. The goalkeeper minus Nikolai. Long clearance. Gallery goalkeeper Nicola assist. കളിയുടെ തുടക്കത്തിൽ ഒരു 10 മിനിറ്റിൽ ബോസ്നിയ കാഴ്ചവെച്ച ഒരു ഓർഗനൈസേഷൻ അത് അവർക്ക് കഴിഞ്ഞ 20 മിനിറ്റിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. ആ ഒരു ഓർഗനൈസേഷണൽ കപ്പാസിറ്റി മാത്രമല്ല ഈ മത്സരത്തിൽ ഇത്ര നേരമായിട്ടും എഡിൻ ജെക്കോയിലേക്ക് ഒരു നല്ല പാസ് വരുന്നത് നമ്മൾ കണ്ടില്ല. ജെക്കോയെ അവർ എങ്ങനെ യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം ബോള് എടുക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ വരെ അത് ഇറങ്ങി വരുന്നത് നമ്മൾ കണ്ടു. പന്തിന് താഴേക്ക് ഇറങ്ങി വന്ന് എടുക്കുകയാണ് അദ്ദേഹം. ലെഫ്റ്റിലേക്ക് കൈമാറുന്നു. മികച്ച ഒരു പാസാണ്, ഒരു ഓവർ ഹെഡ് ബോളാണ് നൽകിയത്. ഉയർന്നു വന്ന പന്ത് 6 യാർഡ് ബോക്സിൽ സ്വിസ് കീപ്പർ അനായാസം പിടിച്ചെടുത്തു. പക്ഷെ നേരത്തെ അവിടെ ബെഞ്ചമിൻ തഹിറോവിച്ച് ആണ് ജേഴ്സി നമ്പർ 6 ദിസ് ഗൈ ഒരു സുവർണ അവസരം പാഴാക്കി കളഞ്ഞു. വൺ ടച്ച് തന്നെ ഫിനിഷ് ചെയ്യണമായിരുന്നു. അത് മുന്നോട്ട് കയറി വരുന്നത് ആ ബോളിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. നല്ലൊരു പാസ്സാണ് അവിടെ ചെക്കൻ പോസ്റ്റിലേക്ക് അവിടെ ചിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നു ക്യാപ്റ്റൻ ജെക്കോ. ഇനിയെന്ന് കട്ട് ബാക്ക് പോലെ ഒരു പാസ് അത് ബോക്സിന്റെ ഉള്ളിലൂടെ കടന്ന് ബോക്സിന്റെ വെളിയിലാണ് ആ പാസ് പോയി എൻഡ് ചെയ്യുന്ന പക്ഷെ മിസ് പാസ്സായി മാറുന്നു. അദ്ദേഹം കരീമാണ് ആ ഒരു ബോള് ക്ലിയർ ചെയ്ത് നമ്മളുണ്ട്. വീണ്ടും ഒരു ത്രൂ ബോൾ നൽകിയാനുള്ള ശ്രമം. ഡിഫൻസീവ് സൈഡിൽ വളരെ കൃത്യമായ പ്ലാനിങ്ങിൽ തന്നെയാണ് ബോസ്നിയ മുന്നോട്ട് നീങ്ങുന്നത് കാണാൻ നമുക്കവിടെ. മിനിറ്റുകൾ പിന്നിടുന്ന ഈ മത്സരത്തിന്റെ ബോസ്നിയ മത്സരം ഗോളടിക്കാതെ തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. അതിന്റെ ടെമ്പോ വളരെ സ്ലോ എന്ന് തന്നെ പറയാം. പക്ഷേ വളരെ കൃത്യമായി അവിടെ കവർ ചെയ്യുന്നതിനാവും. സുന്ദരമായ കവറപ്പാണ് പന്തിന് കൊടുത്തത്. ക്രോസ് ബോക്സിലേക്ക് വന്ന നമുക്ക് ആ ബോൾ കറക്റ്റായിട്ട് അദ്ദേഹം ബാക്കിലേക്ക് ഓടി ആ ബോൾ റിക്കവർ ചെയ്തു എന്നുള്ളതാണ് പറയേണ്ടത്. ഡിഫൻസീവ് ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്തു. എനിക്ക് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടാം സ്വിറ്റ്സർലാൻഡിന് അറ്റാക്കിങ്ങിന്റെ. അണ്ടർ പ്രഷർ ജസ്റ്റ് കാലിൽ ടച്ച് ചെയ്തിരുന്നു ഡെമിറോവിച്ചിന്. അതുകൊണ്ടാണ് അത് ത്രോയിന് സ്വിറ്റ്സർലൻഡിന് അനുകൂലമായി കിട്ടിയത്. ഡെമിറോവിച്ച് കുറച്ചധികം വർക്കിലോട് എടുക്കുന്ന ഒരു പ്ലെയറാണ്. മുന്നിൽ നിരയിലും ഇറങ്ങിയൊന്നും ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം. ഡെമിറോവിച്ച് സ്വന്തം ഓൺ ബോക്സിന് തൊട്ടരികെ കുറച്ചു നേരമായി കുറച്ച് സൈലന്റ് ആയിരുന്നു ലെഫ്റ്റ് വിങ്ങിൽ. വീണ്ടും ആ ലെഫ്റ്റ് വിങ്ങിലൂടെ വന്ന് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷേ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. സെയിം റിസൾട്ട്. അപ്പോഴും താരിഫ് തന്നെയാണ് അവിടെ ആ ബോൾ ക്ലിയർ ചെയ്തത്. ആ ഒരു സൈഡ് മാത്രമല്ല, ഇപ്പുറത്തെ സൈഡിൽ കൂടെ ട്രൈ ചെയ്യണം അവര്. ഷോർട്ട് പാസുകളും കൂടെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റിയെങ്കിൽ ലോങ് പാസിലൂടെ ഉള്ളിലേക്ക് കിടക്കാനുള്ള ബന്ധം മെനയണം. Goalkeeper Grigor Kobel. Borussia Dortmund goalkeeper Grigor Kobel. Bundesliga.
Czech. Rodriguez. Remo. Overhead ball. എംബോളോയാണ് ഗോളിലേക്ക് ചെല്ലുന്നത്. പക്ഷെ അവിടെ എംബോളയെ നിക്കോള കാറ്റിച്ച് കൃത്യമായി മാർക്ക് ചെയ്തിരുന്ന ഒരു കോർണർ കൂടി നേടിയെടുക്കാൻ സ്വിസിന് കഴിഞ്ഞിരിക്കുന്നു. ഡിഫൻസീവ് രണ്ടുപേരും പാറ ഉറച്ചു നിൽക്കുകയാണ് അവിടെ. ഡാരി മുഹമ്മദ് അതുപോലെ നിക്കോള കാറ്റിച്ച് രണ്ടുപേരും നമ്പർ 15 and number 4. ജെക്കോയാണ് വന്ന് ക്ലിയർ ചെയ്ത് മടങ്ങുന്നത്. പിന്നെ ബാക്കിലേക്ക് കളിച്ച് റോഡ്രിഗോ ബോൾ കീപ്പ് ചെയ്തു. മിനിറ്റ് കഴിയുമ്പോൾ ഒരു പോയിന്റ് വീതം കൈവശമുള്ള രണ്ട് ടീമുകളും ഈ ഗ്രൂപ്പിൽ ആയിരിക്കുന്ന പാസ് ഡിഫൻസിൽ നിന്ന് അലനക്കോവിച്ച് ഇബ്രാഹിമിച്ച് അതിനുശേഷം ഷോട്ട് വെച്ച് ഗോൾ കീപ്പറെ കീഴ്പ്പെടുത്താൻ തക്ക ഒരു ഡേഞ്ചർ ഷോട്ട് എന്ന് പറയാൻ സാധിക്കില്ല. നമുക്ക് ആ ഒരു ഓട്ടത്തിനിടയ്ക്ക് അടിക്കുന്നതുകൊണ്ട് അതിന് കറക്റ്റായിട്ട് പവർ അതിന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ജസ്റ്റ് ഒരു പാസ് ചെയ്യുന്ന ലാഘവത്തോട് തന്നെയാണ് ഗോൾ കീപ്പർ അത് പിടിച്ചെടുക്കുന്നത് നമുക്ക് കാണാം. റോഡ്രിഗോ സാക്ക നമിക്കിന്റെ പ്രഷറുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ ഗോൾ കീപ്പറിലേക്ക് പാസ് കൊടുക്കുന്നു. മൈതാന പ്രധാനത്തിന്റെ സെന്ററിൽ ഒരു ത്രൂ ബോൾ തിരഞ്ഞെടുക്കുന്നു ചാക്കയിൽ നിന്നും എന്തോയെ ചാക്ക വീണ്ടും ലെഫ്റ്റിലേക്ക് തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. പാസ്സാണ് അവിടെ. നമുക്ക് അവിടെ എൻഡോയെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഡാനൻ്റെ ഓൾറെഡി ബോഡി കവർ ചെയ്ത് ഒരാളെ ബാക്കിൽ വെച്ച് അവിടെ ഷീൽഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് കളിക്കാണ്. ഡിഫൻസീവ് ഹെഡർ സെൻട്രൽ ലൈനിൽ പന്ത് റെമോയുടെ യോജനമായി നിന്നും റിക്കാർഡോ റോഡ്രിഗസ് 23-year-old senior വീണ്ടും ഒരിക്കൽ കൂടി ഇടത് വശത്തു കൂടി കടന്നു വരാനുള്ള എംബോയുടെ ശ്രമം നിരാശപ്പെടുത്തി കളയുകയാണ്. നോട്ട് ഇവിടെ കോണ് നമുക്ക് അമർജനിച്ചാണ് ആ ഒരു ചലഞ്ച് കൊടുക്കുന്നത്. വിത്ത് ബോൾ അദ്ദേഹം ആ ബോൾ അദ്ദേഹത്തിന്റെ കാലിൽ അടിക്കുന്നു. മാത്രമായി മാറുകയാണ്. പേര് തന്നെയാണ് അവരുടെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത്. അമാർ ദേശ് പേര് തന്നെയാണ് കാണികൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത്.
Second pass. Back leg. Karim. ആദ്യത്തെ വിശ്വാസം പിടിച്ചെടുത്തു. Chance for Bosnia inside the box. Indeed, another backfire pass right now. Edin Dzeko. Furious ആയി മാറുന്ന കാണാം. അദ്ദേഹം നേരത്തെ തന്നെ തനിക്ക് ആ പന്ത് തരേണ്ടതായിരുന്നു എന്നുള്ളതാണ് ജെക്കോയുടെ അവിടുത്തെ ക്ലെയിം. ഈ ഒരു പാസ് ആദ്യം തന്നെ അതിന് കൊടുത്തിരിക്കുന്നത് അതിന് സ്കോർ ചെയ്യാമായിരുന്നു. അതിനുശേഷം അടിക്കാൻ പറ്റാതെ ആകുന്ന ലാസ്റ്റ് നിമിഷത്തിലാണ് അവിടെ എനിക്കത് കരീമാന്ന് തോന്നുന്നു ടോൾ ചെയ്ത് കൊടുക്കുന്നത്. കരീം അലാബക്കോവിച്ചായിരുന്നു അത് ആ പാസ് കൊടുക്കാൻ കഴിയത്. എമിച്ചിന്റെ ക്രോസ് പക്ഷേ തന്റെ സ്ട്രൈക്കേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റാതെ പോവുകയാണ്. കോച്ച് നമുക്ക് കാണാം, കോച്ച് ചെറിയ കാപ്പറേസും വളരെ സുഭിതനായി ഹീറ്റഡായി നിൽക്കുന്ന കാഴ്ച. റോഡ്രിഗസ് ആൻഡ് അക്കഞ്ചി രണ്ടുപേരെ നടുവിലാണ് അവിടെ ഡെവലോവിച്ചുള്ളത്. സാൻഡ്വിച്ച് പോലെ. സ്റ്റുട്ട്ഗർട്ടിന്റെ താരമാണ് ബോസ്നിയയുടെ സ്ട്രൈക്കർ, വൺ ഓഫ് ദ സ്ട്രൈക്കർ. അത് ഇത്ര ഈ 40 മിനിറ്റ് വരെ നല്ല വർക്ക്. മാച്ച് 41 minutes ആയി. ബോസ്നിയ 0 സ്വിറ്റ്സർലാൻഡ് 0. മാച്ച് നമ്പർ 26 ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026. സ്വിറ്റ്സർലൻഡ് 0 ബോസ്നിയ 0. ബോസ്നിയയുടെ നടക്കുന്ന രണ്ട് സ്ട്രൈക്കർമാരും എഡിൻ സെക്കോയും ഡെമിറോവിച്ചും കുറച്ചുകൂടി ഒരു തന്ത്രപരമായ സമീപനം സ്വീകരിച്ചാൽ അവർക്കൊരു ഗോൾ കണ്ടെത്താൻ കഴിയും. പക്ഷേ അദ്ദേഹം കൂടുതൽ ചവിട്ടി അവിടെ വീണു പോവുകയാണ് അവിടെ. പിന്നെ ഫുള്ളർ സാക്കയിലേക്ക്. എനിക്കത് സാക്ക ഏകദേശം നോക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലൻഡിന്റെ ബെസ്റ്റ് സ്റ്റാൻഡാണ്. എല്ലാ ബോളും ബസ്സുകൾ സ്റ്റാൻഡിൽ കയറി ഇറങ്ങുന്ന പോലെയല്ല, എല്ലാ ബോളുകളും സെൻട്രലിൽ സാക്കയിൽ എത്തിയിട്ടാണ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മൊബൈലിൽ നേരത്തെ വീഡിയോസിൻ്റെ റീസൈസിങ് നടക്കുന്നത് കാരണമില്ലേ ഈ മൊബൈൽ പെട്ടെന്ന് ചൂടാകണം, അതുപോലെ തന്നെ പെട്ടെന്ന് ഓഫാണ്. അത് കാരണം ഞാൻ വിചാരിച്ചു റീസൈസിങ് 8 വീഡിയോസിന് റീസൈസിങ് ഇട്ടേക്കും, അതിൻ്റെ കൂടെ തന്നെ ഇത് ഇടുമ്പോഴത്തേക്കും അത് ഹീറ്റാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് പ്രൊജക്ടർ ഓഫ് ചെയ്ത് വയ്ക്കാം. പ്രൊജക്ടറിലേയും കൂടെ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഹീറ്റാണ്. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ മൊബൈലിൽ തന്നെ കാണാമെന്ന് വിചാരിച്ചിരിക്കുക. നല്ല രീതിയിൽ ഹീറ്റായി, ബാക്കൊക്കെ നല്ല രീതിയിൽ ഹീറ്റായി, നല്ല രീതിയിൽ ഹീറ്റായി ബാക്കിൽ. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ മൊബൈലിൽ തന്നെ കാണാം. ഫൗൾ രേഖപ്പെടുത്തുന്നു സ്വിസിന് അനുകൂലമായി. ബാക്കിൽ നിന്ന് ഓടി വന്നൊരു കോർണർ, ഷോർട്ട് കോർണർ പോലെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമിച്ചതാണ്, പക്ഷേ ബലവത്താവുന്നില്ല. അവിടെ മൊബൈലിൻ്റെ ഹീറ്റ് കുറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ഇത് ഓഫ് ചെയ്ത് വെക്കണം. അത് കാരണം ഞാൻ ഇതിൽ ഓഫ് ചെയ്ത് വെച്ചു. മറ്റേത് പ്രൊജക്ടറിൽ നിന്ന് ഓഫ് ചെയ്ത്, പ്രൊജക്ടർ ഇവിടേക്കാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രൊജക്ടറിൽ നിന്ന് ഓഫ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി കാരണം അത് തന്നെ. Otherwise it will get heated and the mobile will get damaged. Switzerland attacking up. 45 minutes आ गया है, हाफ टाइम आ रहा है. Switzerland 0 Bosnia and Herzegovina 0. ലാപ്ടോപ്പിൽ എടുത്തിട്ട് അത് ഭയങ്കരമായിട്ട് ഹാങ് ആണ്. അത് കാരണം പിന്നെ ഞാൻ ഇതിൽ
നമുക്ക് അപ്പോഴും ആ ബോളിലേക്ക് ഓടിയെത്താൻ ആരും ശ്രമിക്കുന്നില്ല. അഭിഷേകാണ് ആ ബോളിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. അഡീഷണൽ ടൈം 3 minutes കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് സ്വിസിന്റെ പെനാൽറ്റി ബോക്സിലേക്ക് എത്തിക്കാനുള്ള ഇപ്പൊ സമയം എന്ന് പറയുന്നത് 45 minutes പ്ലസ് 3 minutes കൊടുത്തിട്ടുണ്ട് അഡീഷണൽ ടൈം. സ്വിറ്റ്സർലാൻഡ് 0, ബോസ്നിയ 0. സ്വിറ്റ്സർലാൻഡ് അറ്റാക്കിംഗ്, ബോസ്നിയ ഇസ് ഡിഫെൻഡിങ്. ഇപ്പൊ നമ്മുടെ ടൈം എന്ന് പറയുന്നത് 1:16 AM ഓഫ് 19th June 2026. സ്വിറ്റ്സർലാൻഡ് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുക. സ്വിറ്റ്സർലാൻഡ് നല്ലൊരു ക്രോസ് ആണ് പക്ഷേ അതും താരിഖ് മുഹമ്മദിനെ മറികടക്കാനാവുന്നില്ല. ഇപ്പോഴും അവർ രണ്ടുപേരും തന്നെയാണ് ആ ഡിഫൻസിൽ ലൈനിൽ നോക്കുക സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. കാറ്റിച്ച് വളരെ ഈസി ആയിട്ട് നോക്കുക. ആ ബോൾ ആദ്യം പാസ് കൊടുത്തിരുന്നെങ്കിൽ ഇത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. കൊളാസിനാച്ചിൻ്റെ ഒരു ത്രോ ഇൻ ലേറ്റ് ആയിട്ടാണ് ബോൾ വരുന്നത് നമുക്ക് കാണാം. ഫസ്റ്റ് ഹാഫിന് 2 മിനിറ്റ്, അതായത് 3 മിനിറ്റിന്റെ ആടാൻ സമയമാണ് ഫസ്റ്റ് ഹാഫിന് അനുവദിച്ചത്. ഇഞ്ചുറി ടൈം അതിൽ 2 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു. ഈ കളി ഗോൾ രഹിത സമനിലയിൽ തന്നെ നിൽക്കുക. ഇതിൽ എപ്പോഴൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള പാസ് പോയിട്ടുണ്ടോ അതെല്ലാം സാക്കിൽ നിന്നാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ലെഫ്റ്റിലൂടെ വീണ്ടും വിൻഡോയിലൂടെ മുന്നേറ്റം നടത്താനുള്ള ശ്രമം ഗോൾ കിക്ക് മാത്രമായി അതും കലാശിക്കുക. ഫസ്റ്റ് ഹാഫിൽ എന്നെ നിരാശപ്പെടുത്തിയ ഒരേ ഒരു പ്ലെയർ മാത്രമേ ഉള്ളൂ, എൻഡോയെ. തീർച്ചയായിട്ടും എൻഡോയെ ഒരുപാട് പരിശ്രമങ്ങൾ, പക്ഷേ പരിശ്രമത്തിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് ഒന്നുപോലും സ്വിറ്റ്സർലൻഡിന് കിട്ടിയിട്ടില്ല. എന്നാൽ ആ സ്ട്രാറ്റജി മാറ്റാൻ അവർ തയ്യാറായിട്ടുമില്ല. ആദ്യഗതിയിൽ അതാണ് ഏറെ രസകരമായത്. എന്നാൽ അത് ചേഞ്ച് ചെയ്ത് മറ്റ് മാർഗങ്ങൾ വലത്തോ സെൻട്രോ സ്വീകരിക്കുന്ന വരെ വീണ്ടും അതേ വഴിയിലൂടെ തന്നെയാണ് അവർ ഈ പകുതി മുഴുവൻ സഞ്ചരിച്ചത്. അവിടെ നോക്കുക ആ ബോൾ കൈകൊണ്ട് പിടിക്കുന്നത് നമുക്ക് കാണാം അവിടെ. സോ ഇടവേള വിസിൽ മുഴങ്ങുന്ന ആദ്യ പകുതി അവസാനിക്കുകയാണ് ലോസ് ഏഞ്ചൽസിൽ. ഹാഫ് ടൈം 2026 ഗ്രൂപ്പ് Switzerland 0, Bosnia 0 half time. The time is 1:18 AM of 19th June 2026. Match number 26. ഈ മത്സരത്തിന്റെ രണ്ടാം പകുതിക്കായി stay tuned with Z5 കേരളം and United Sports. എട്ട് വീഡിയോസ് റീസൈസിങ്ങിന് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വ്ളോഗ് എടുത്തതൊക്കെ. അപ്പോൾ അതിൽ രണ്ടാമത്തെ വീഡിയോ തുടങ്ങി, ഇപ്പോൾ റീസൈസിങ് ചെയ്ത് തുടങ്ങി. ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞു. ഫിഫ റാങ്കിങ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കളിക്കുന്ന ടീമുകളുടെ ഫിഫ റാങ്കിങ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാൻ പറ്റും എന്താണിപ്പോൾ സിറ്റുവേഷൻ. ഫിഫ റാങ്കിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഫിഫ റാങ്കിങ് അനുസരിച്ചിട്ട് അർജൻറ്റീന ഫസ്റ്റ് കിടക്കുന്നു, ഫ്രാൻസ് സെക്കൻഡ്. അർജൻറ്റീന ഫസ്റ്റ്, ഫ്രാൻസ് സെക്കൻഡ്, സ്പെയിൻ തേർഡ്, ഇംഗ്ലണ്ട് ഫോർത്ത്, ബ്രസീൽ ഫിഫ്ത്ത്, മൊറോക്കോ സിക്സ്ത്ത്,
പോർച്ചുഗൽ 7th, നെതർലാൻഡ് 8, ജർമ്മനി 9th, ബെൽജിയം 10th, കൊളംബിയ 11, ഇറ്റലി 12, മെക്സിക്കോ 13, ക്രൊയേഷ്യ 14, USA 15, സെനഗൽ 16, ജപ്പാൻ 17, ഉറുഗ്വേ 18, സ്വിറ്റ്സർലാൻഡ് 19 ആണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻസ്. സ്വിറ്റ്സർലാൻഡ് 19 ആണ്. സ്വിറ്റ്സർലാൻഡ് 19 ആണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇപ്പോൾ എതിരെ കളിക്കുന്ന ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്ന് പറഞ്ഞ ടീം 63rd പൊസിഷനിലുള്ള ബോസ്നിയയും 19th പൊസിഷനിലുള്ള സ്വിറ്റ്സർലാൻഡും തമ്മിലായി. ഇപ്പോൾ 0-0 ആണ്. ഹാഫ് ടൈം കഴിഞ്ഞു. അപ്പോൾ അതാണ് സിറ്റുവേഷൻ ഇപ്പോഴത്തെ. കളി തുടങ്ങുമ്പോഴത്തേക്കും വിളിക്കും. അവിടെ തന്നെയായിരുന്നു. FIFA World Cup 2026 match number 26. ബോസ്നിയ 0, സ്വിറ്റ്സർലാൻഡ് 0. 26 മാച്ച് കഴിഞ്ഞു. പറയുവാണെങ്കിൽ ഫസ്റ്റ് മാച്ച് എന്ന് പറയുന്നത് മെക്സിക്കോ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മാച്ച്, സെക്കൻഡ് ചെക്ക് റിപ്പബ്ലിക് വേഴ്സസ് സൗത്ത് കൊറിയ മാച്ച്. അതൊക്കെയായിരുന്നു ഓരോരോ മാച്ചസ്. കുറച്ച് മാച്ചസിൻ്റെ ഹൈലൈറ്റ്സ് കാണാൻ പറ്റിയിട്ടില്ല. അത് ഹൈലൈറ്റ്സ് കാണട്ടെ കേട്ടോ. ഓക്കെ, ശരി. ഫസ്റ്റ് മാച്ചിൽ മെക്സിക്കോ ഇതായിരുന്നു. അതിൽ മെക്സിക്കോയുടെ ആദ്യത്തെ ഗോളെന്ന് പറയണത് ഇങ്ങനെ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് നട്ട്മേക്ക് അടിച്ചിട്ട് ഗോളടിച്ചതാണ് ആദ്യത്തെ ഗോള്. മെക്സിക്കോയുടെ സെക്കൻഡ് ഗോളെന്ന് പറയണത് ജിമിനസ് ഒരു നല്ലൊരു നീട്ടി പാസ് വെച്ചെന്ന് ഹെഡർ അടിച്ചതാണ് സെക്കൻഡ് ഗോള്. പിന്നീട് സൗത്ത് കൊറിയ ചെക്ക് റിപ്പബ്ലിക് തമ്മിലുള്ള മാച്ചിൽ ചെക്ക് റിപ്പബ്ലിക് ലോങ് ത്രോയിൽ നിന്ന് ഒരു ഗോൾ അടിച്ചതാണ് ഒരു ഗോള്. പിന്നെ ഒരെണ്ണം എന്ന് പറയണത് സൗത്ത് കൊറിയ ഒരെണ്ണം ഗോൾ കീപ്പറിനെ കവളിപ്പിച്ചുകൊണ്ട് സൈഡിൽ നിന്ന് അടിച്ചതാണ് ഗോള്. പിന്നെ രണ്ടാമത്തെ ഗോളെന്ന് പറയുന്നത് സൗത്ത് കൊറിയയുടേത് അതൊരു ഇതായിരുന്നു, പെട്ടെന്ന് തന്നെ വന്നിട്ട് ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് അടിച്ചതാണ്. ബോസ്നിയയും കാനഡയും തമ്മിലുള്ള ഗോളിൻ്റെ 1-1 സമനിലയായിരുന്നു. അപ്പോൾ അതിൽ ബോസ്നിയ അത് കോർണറിൽ നിന്നൊരു ഹെഡറാണ് അടിച്ചത്, അത് ബോസ്നിയ അടിച്ചു. പിന്നെ കാനഡയ്ക്ക് ഉള്ളി വെച്ചിട്ട് തന്നെ ഒരു വോളി കിട്ടി, വോളി വെച്ചിട്ട് ഇങ്ങനെ അടിച്ചതാണ്. അത് നാലാമത്തെ USA പരാജയം. ഭയങ്കര ക്രിറ്റിസിസം എനിക്ക് തോന്നിയൊരു എല്ലാം ലോങ് ഷോട്ട് വഴിയായിരുന്നു ഗോള്. അഞ്ചാമത്തെ മാച്ച് എന്ന് പറയുന്നത് ഖത്തർ വെച്ച് സ്വിറ്റ്സർലാൻഡ് ബ്രൈൻ എംബോളോ ആണോ ഒരു പെനാൽറ്റി ഉണ്ടായിരുന്നു. പെനാൽറ്റി വിചാരിച്ച പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്കാണ് അടിച്ചത്. അവസാന നിമിഷം ഖത്തർ ഒരു ലോങ് ത്രോയിൽ നിന്ന് മേളിൽ നിന്ന് ഹെഡറിന് വേണ്ടിയിട്ടില്ല ഇതിൽ ഹെഡർ അടിച്ചു. അപ്പോൾ 1-1 സമനിലയിൽ ഖത്തർ 1 സ്വിറ്റ്സർലാൻഡ് 1. ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മാച്ചിൽ ആദ്യമേ മൊറോക്കോ മോസ്റ്റ് വാച്ച്ഡ് മാച്ച് ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026 ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് മാച്ചിൽ ആ മാച്ചിൽ മൊറോക്കോ ചിപ്പ് ചെയ്തിട്ടാണ് ഗോൾ അടിച്ചത്. രണ്ടാമത്തെ ഗോള് ബ്രസീൽ അടിച്ചത്
വിനീഷ്യസ് ജൂനിയർ ഒറ്റയ്ക്ക് ഇങ്ങനെ വെട്ടിക്കൊണ്ട് വന്നിട്ട് സൈഡിൽ കൂടെ അടിച്ചതാണ് ആദ്യത്തെ ഗോൾ. ഹെയ്റ്റി വേഴ്സസ് സ്കോട്ട്ലാൻഡ് വെളുപ്പാങ്കാലത്ത് കണ്ടത്, ഉറങ്ങാതെ എണീറ്റിട്ടിരുന്ന് കണ്ട കളിയാണ്. ആ കളിയിൽ സ്കോട്ട്ലാൻഡ് ഈ ഭാഗം വെച്ചിട്ട് ഒറ്റയടി അടിച്ചത്. പിന്നീട് ഓസ്ട്രേലിയ ടർക്കി മാച്ചിൽ ഓസ്ട്രേലിയ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു പ്രാവശ്യം അടിച്ച്, ഇപ്പുറത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു പ്രാവശ്യം അടിച്ചു. അതാണിത്. പിന്നെ കുർസാവ് വേഴ്സസ് ജർമ്മനി മാച്ചായാലും ജർമ്മനി ഓർമ്മപ്പെടുത്തിയത് 2014 ബ്രസീലിനെ 7-1 തോൽപ്പിച്ച് തന്നെയാണ്. അപ്പോൾ അതിൽ കുർസാവ് എന്ന് പറയുന്നത് സൈഡിൽ കൂടെ അതല്ലെങ്കിൽ ടി വിയിലാണ് കണ്ടത്, സി കേരളത്തിൽ. അപ്പോൾ അതിങ്ങനെ ഒരു ഗോൾ അടിക്കുക ചെയ്തത്. അപ്പോൾ ജർമ്മനി എന്ന് പറയണത് ആദ്യമേ ഇങ്ങനെ ഒരു കിക്ക് അടിച്ച്, രണ്ടാമത്തെ ഗോൾ എന്ന് പറയണത് എനിക്ക് തോന്നുന്ന ഒരു ഹെഡറായിരുന്നു. മൂന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത് കായ് ഹവേർട്സിൻ്റെ പെനാൽറ്റി. നാലാമത്തെ ഗോൾ എന്ന് പറയണത് വന്ന ഉടനെ തന്നെ ആദ്യമേ തന്നെ അടിച്ചതാണ്, സൈഡിൽ നിന്ന് ഒരു അടി അടിച്ചതാണ്. അഞ്ചാമത്തെ ഗോൾ എന്ന് പറയണത് ഇങ്ങോട്ടിട്ട് പിന്നെ ഒരെണ്ണം അടിച്ചതാണ്. ആറാമത്തെ ഗോൾ എന്ന് പറയുന്നത് വരണ വഴി തന്നെ ഒരെണ്ണം അടിച്ചതാണ്. ഏഴാമത്തെ ഗോളാണ് കായ് ഹവേർട്സ് ചിപ്പ് ചെയ്തിട്ട് ഗോൾ അടിച്ചത്. അപ്പോൾ 7-1 കുർസാവിനെ ജർമ്മനി തോൽപ്പിച്ചു. 7-1 ജർമ്മനി തോൽപ്പിച്ചു. ഏഴാമത്തെ മാച്ച് എന്ന് പറയുന്നത് നെതർലാൻഡ് വേഴ്സസ് ജപ്പാൻ. അതിൽ നെതർലാൻഡ് വിർജിൻ വാൻഡൈക്ക് എന്ന് പറയുന്ന ഒരാൾ ഹെഡർ വെച്ചിട്ട് ഗോൾ അടിച്ചു ആദ്യമേ. പിന്നെ ജപ്പാൻ്റെ വക ഒരു ലോങ് ഷോട്ടിലൊരു ഗോള്. പിന്നീട് നെതർലാൻഡിൻ്റെ ആൾ ഈ സൈഡിൽ നിന്ന് ഒരു ലോങ് ഷോട്ട് ഗോള്. പിന്നെ ജപ്പാൻ്റെ അവസാന നിമിഷത്തൊരു ഹെഡർ. പിന്നെ ഐവറി കോസ്റ്റും ഇക്വഡറും തമ്മിലുള്ള മാച്ചായിരുന്നു. അതിൽ ഐവറി കോസ്റ്റ് അവസാന നിമിഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യങ്ങസ്റ്റ് സ്റ്റാർ അഹമ്മദ് ഡിയാലോ വന്നിട്ട് ഒരു കട്ട് ബാക്ക് വന്നിട്ട് അത് ലോങ് ഷോട്ട് അടിച്ചപ്പോഴത്തേക്ക് അത് ഗോളായതാണ്. മേളിൽ നിന്ന് ഗ്രൗണ്ടഡ് ഷോട്ടായിരുന്നു, ഗോൾ കീപ്പറിന് പിടിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത് പിന്നെ വന്ന മാച്ച് എന്ന് പറയുന്നത് സ്വീഡൻ വേഴ്സസ് ടുണീഷ്യ. ആ മാച്ചിൻ്റെ ഉള്ളിൽ സ്വീഡന് വിക്ടർ ഗോർക്കിറസ് ഗോൾ അടിച്ചു. ആദ്യത്തെ ഗോൾ എന്ന് പറയുന്നത് ഒരു ഹെഡറായിരുന്നു ടുണീഷ്യയുടെ വക. പിന്നെ ഒരു വോളി ആയിരുന്നു പുറത്തുനിന്ന് അടിച്ച. ഗോൾ കീപ്പർ മുമ്പിലോട്ട് കയറിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും ഡിഫൻഡർ ബാക്കിലുണ്ടായിരുന്നു, ലൈൻ സൈഡിൽ സേവ് ചെയ്യാൻ വേണ്ടി നിന്ന്, പക്ഷേ അടിക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അടിച്ചതാണ് അത് ഗോൾ. പിന്നെ വിക്ടർ ഗോർക്കിറസിന് മറ്റേ ആൾ അലക്സാണ്ടർ ഐസാക്ക് തന്നെ ഇവിടെ നിന്ന് ഇട്ട് കൊടുത്തിട്ട് ഗോൾ അടിച്ചതാണ് രണ്ടാമത്തെ ഗോള്. മൂന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത് എല്ലാം ലോങ് ഷോട്ടാണ്. വന്ന ഉടനെ ചറപറാന്ന് പറഞ്ഞടിച്ച് വിക്ടർ ഗോർക്കിറസ് ഒരു ഗോളാണ് അടിച്ചത്. ഫസ്റ്റ് ഡെബ്യൂ ഗോളാണ്. ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറാണ്. സ്പെയിൻ കേപ്പ് വെർഡെ മാച്ച് രാത്രി ഇരുന്ന് കണ്ടത് വൺ ഓഫ് ദി മോസ്റ്റ് മെമ്മറബിൾ മാച്ചസ് ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026. അതിൽ വോഹിന എന്ന് പറയുന്ന കേപ്പ് വെർഡയുടെ ഗോൾ കീപ്പറിൻ്റെ അടിപൊളി പെർഫോമൻസ്, ലാമിൻ യമാലിൻ്റെ ഡെബ്യൂ ഇൻ ദി ഫിഫ വേൾഡ് കപ്പ് 2026. പിന്നെ ബെൽജിയം അന്ന് രാത്രി ഇരുന്ന് കണ്ടതാണ്. ആ ബെൽജിയത്തിൽ ആദ്യം ഈജിപ്ത് ഒരു കട്ട് ബാക്ക് കൊടുത്തിട്ട് ലോങ് ഷോട്ട് വഴി ഗോൾ അടിച്ചത്. ബെൽജിയം അവസാന നിമിഷം റോമേലു ലുക്കാക്കുയുടെ ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റ് കൊണ്ട് ഈക്വലൈസർ നേടിയതാണ്. അപ്പോൾ 1-1. സൗദി അറേബ്യ ഉറുഗ്വേ എന്ന് പറയുന്ന സൗദി അറേബ്യ സലീം അൽ അമ്രി എന്ന് പറയുന്ന ആൾ ഇടിച്ചിട്ട് ഇങ്ങനെ അടിച്ച് പെട്ടെന്ന് തന്നെ ഒരു ഹെഡർ അടിച്ച് പിന്നെ നല്ല അടിപൊളി സെലിബ്രേഷൻ ആയിരുന്നു. ഒരു ഉറുഗ്വേക്കാരനുണ്ടായിരുന്നു, അയാളാണ് 1-1 ആക്കി കൊടുത്തത്. ആ കളിയിൽ ഉറുഗ്വേക്കാരൻ 1-1 ആക്കിയപ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് ക്രിറ്റിസിസം വന്നു, അത് ഇന്ത്യക്കാരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് ഫേക്കായിരുന്നു ആ ന്യൂസ്. അപ്പോൾ അയാൾ വന്ന ഉടനെ തന്നെ ഒരു കാല് വെച്ചിട്ട് റീബൗണ്ട് കൊണ്ടുവന്ന് അടിച്ചതാണ്, അതാണ് ഗോൾ. പിന്നെ ഇറാൻ ന്യൂസിലാൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് എക്സൈറ്റിംഗ് മാച്ചസ് ഓഫ് ഫിഫ വേൾഡ് 2026. അതിൽ ഇറാൻ വന്ന ഉടനെ തന്നെ അടിച്ചു. ന്യൂസിലാൻഡ് വന്ന ഉടനെ തന്നെ അടിച്ചു. ഇറാൻ അപ്പം തന്നെ തിരിച്ചടിച്ചു, ഓർക്കണില്ല. പിന്നെ ന്യൂസിലാൻഡ് ഒരു ടിക്കി ടാക്ക് കളിച്ചിട്ടൊരടി. പിന്നെ അവസാന നിമിഷം ഏതൊരു ഹെഡർ എങ്ങാണ്ടുമാണ് ഇറാൻ അടിച്ചത്. പിന്നെ എനിക്കിനി ഹൈലൈറ്റ്സ് കാണേണ്ടത് ഫ്രാൻസ് സെനഗൽ ഇറാഖിയത്. പിന്നെ മെസ്സിയുടെ ഹാട്രിക്കും കൊണ്ട് 3-0 ജയിച്ചു. ആർട്ടാണോവിച്ചിൻ്റെ കളി, ജോർദാൻ്റെ മാച്ച്. പോർച്ചുഗൽ 1 ജോനവസ് ഒരെണ്ണം അടിച്ചു. പിന്നെ കോങ്കോയിലൊരു ഹെഡർ അടിച്ചു. പിന്നെ ഇന്ന് രാവിലത്തെ മാച്ച് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലെ അല്ലേ, ഇപ്പോൾ കുറച്ച് മുമ്പ് 9:30 to 11 കഴിഞ്ഞ മാച്ചിൽ ആദ്യമേ ചെക്ക് റിപ്പബ്ലിക് ഇങ്ങനെ ഒരു കട്ട് ബാക്ക് കൊടുത്തു, മുമ്പിലേക്ക് ഒരു പാസ് കൊടുത്തു, അവിടെ നിന്ന് അടിച്ചു. പിന്നെ അവസാന നിമിഷം കിട്ടിയ പെനാൽറ്റിയിലാണ് അടിച്ചത്.
സൗത്ത് ആഫ്രിക്ക. പിന്നെ ഇപ്പോഴത്തെ മാച്ച് എന്ന് പറയുന്നത് 0-0 ഡ്രോ ആണ്. ഇനി കാണേണ്ട മാച്ചുകൾ എന്ന് പറയുന്നത് 4 മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് കാണാനുണ്ട്. ഇത് കണ്ടു, ഇത് കണ്ടു, ഇതിൻ്റെ കണ്ടു, ഇത് 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 കണ്ടു. ബെൽജിയം ഈജിപ്ത് കളി കണ്ടു. സൗദി അറേബ്യ ഇതിൻ്റെ ഫ്രാൻസ് നോർവേയുടെ മാച്ച്, ഫ്രാൻസും നോർവേയുടെ മാച്ച് ഹൈലൈറ്റ്സ് ഒന്ന് കാണുന്നത്. ഫ്രാൻസ് നോർവേയുടെ ഹൈലൈറ്റ്സ് ആണ് കാണുന്നത്. When we share who we truly are, real connections happen. Black and white, the magic of sharing. സമയം 1:31 AM ഓഫ് 19th June 2026. മാച്ച് 26 ആണ് നടക്കുന്നത്. ബോസ്നിയ വേഴ്സസ് സ്വിറ്റ്സർലാൻഡ്. ചെറിയ ബോളിംഗ് മാച്ച്. Mahindra electric SUVs. Some things you do for a good life. Some for the greater good. 100 pipers, being remembered for good. Another dance? Active. To life, the SUV car rocks. Popular added to its stylish. Was at the start of the 2002 World Cup, a very, very famous game to which we will return. In a sense, they're neighbours. കിലിയൻ എംബാപ്പയുടെ ഫസ്റ്റ് മാച്ച്. So, rumbling shoulder to shoulder into the New Jersey ring. Major ഫ്രാൻസ് സെനഗൽ മാച്ച് ആയിരുന്നു. അത് 3-1 ഫ്രാൻസ് South ജയിച്ചു Africa. സെനഗലെ. France and all of their abundant talent, global superstars right through their squad, athletes primed and proven. In Qatar in December 22, wins tonight his 99th cap for France. He is 1 goal shy of their all-time scoring record. Started the uproarious AFCON final 5 months ago. And by the way, 10 of the Senegalese squad and 4 of this starting side were born in France. So day 6 of USA 2026. And for the 80,000 gathered at the New York, New Jersey Stadium, a treat. എക്സൈറ്റിംഗ് വേൾഡ് കപ്പാണ്. പക്ഷെ ഖത്തർ വേൾഡ് കപ്പിൻ്റെ അത്ര The World വന്നിട്ടില്ല. Cup finalists might touch in the opposition's half. Maybe Mbappe. Showed enough of it to Juve. Good clean tackle. He set Jackson away here. Nicholas Jackson has fired it. The base of the post and took a bit of the goalkeeper. And it wriggled precariously to hide for a corner. Well, such good fortune this one. Student of the game, whose input has had a massive influence on its development over many, many years. Ismail Assar. Sadio Mane. I mean, it's not a head injury, so it's not been stopped for that reason, but Towards Koulibaly, who was not sure, and rather twitched it behind for a corner. Camera. Mane. Juve. Something in a hurry of Senegal getting in there. This is Sadio Mane. Ismail Assar has lifted it high as the goal gate. by far the best chance on the stroke of half-time. What a time to score that would have been, and what a golden opportunity it was. So at the break,
New York, New Jersey looks out on a scoreline that still reads France 0, Senegal 0. Senegal to set the ball rolling, the manner to which we are increasingly accustomed now, with the long kick for touch. Like a rugby kick, isn't it? Finding touch. Two goals from Jordan Henderson and Harry Kane and Bukayo Saka of England. It's a lovely ball for Desiree Doué. Doué's strike! He's as close as France have been. Yeah, maybe it's close to the goal as Mane. It's the snatch from Koundé. He's rolling up here for Michael Olise! That's a terrific block flying off his line by Guamendi. isn't it just? Came out so quickly. Kept from it by camera. Put forward by Gay. Held up by Jackson. Camera couldn't keep it. It's right forward hit. Mbappe, who is deprived again. Doué from deep. Rabiot on the turn. Mbappe from wide. And he can threaten from wide. King Mbappe on the charge! He's going to hold it on the spot. I mean, but angle that looked to stick on. Burst of pace. Sadio Mane's the sliding challenge. How much ball, how much man? No ball. Quite a bit of man. This certainly invites VAR involvement. And the crowd have now seen on the screen that there is a VAR check. Possible penalty. Mbappe, likely the man who would step up for France if Alireza Fagani, who is making the journey over to the screen now. Left boot has caught the body of the Senegal player as he's gone past. It's a surprising one if it wasn't given. And the fact he has gone to the monitor, we know what that normally is. Here's the verdict. The attacker initiated the contact, and the final decision is goal kick. And there is the French reaction, and there is Sadio Mane's reaction. Ricardo, after a fashion with Mike Maignan, it's worked out very nicely actually for Koundé. Olise, sweetly away from Idrissa Gueye. Olise's pass, and Mbappe couldn't connect. Great position for Hernandez, wasn't it? He didn't want to shoot with his right foot, the left-footed left back. Olise, lovely. Mbappe! The superstar shines! At least he's been a different player. Mbappe's come alive. What a pass that is. Making it. Big Pat Chow might be thinking of it. The top here for Ismail Assar! Flag on. It's Jackson and it's offside. Ain't too much, is it? That's why. The line against San Antonio Spurs. Miles McBride, Mikel Bridges, OG Anunobi there. Part of that historically triumphant team. Here come France looking for more, and now at the feet of Desiree Pape. Diouf, quality ball! And Jackson was seeking to connect with it. Well, you can't. But now they can't, it's Rabiot. He's playing it through here for Bradley Barcola, who finishes with style.
That's touch, that's poise, that's presence, that's talent, and that is probably the points for France. Off the bench to make these kind of substitutions. He's going to be telling, I think, in this World Cup, but he's taken this like... Barker's full of himself, why wouldn't he be? Bradley Barker, Michael Elise, Kylian Mbappe without force. With Ndiaye. Mbappe. Oh, lovely feet. Mbappé's hit! Fabulous hit! Optimism now, that's a super goal. Well, we knew he was a talent, but he's just announced himself. He played international football for France under 17s. Elise. Mbappé! There's a goal for the world! Stoked it home as if it's the easiest thing in the world. Quite amazing wounds before that Norway match. Way to Ndiaye. Oh, he's going across the line. No, it hasn't quite. Long arms. ഫ്രാൻസ് 3-1 സെനഗലായിട്ടുള്ള മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് കണ്ടുകഴിഞ്ഞു. No others really needed. He stole the show. Barker added to it stylishly, barely off the bench. And Mbappe grabbed one back for Senegal with a terrific strike of his own. Highlight. ഒരു മാച്ചിൻ്റെ കൂടെ ഹൈലൈറ്റ്സ് കാണാനുണ്ട്. നോർവേ ഹാളൻഡ് 2 അടിച്ച മാച്ചുണ്ട്. ഇതൊക്കെയാണ് ശരിക്കും മാച്ചസ്, അല്ലാതെ ഇപ്പം ഞാൻ കാണുന്ന സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ തമ്മിലുള്ള മാച്ച് പോലെ വെറൈറ്റി സാധനമാണ്. When we share who we truly are, real connections happen. Black and white, the magic of sharing. You glow different when you're in love. 16 million shades of love to choose from. Every moment with you. B6, Mahindra Electric SUVs. Some things you do for a good life. Some for the greater good. 100 pipers, be remembered for good. Another dance? Up to you. To life. The SUV. Car rocks. No foul on the play. ഹാളൻഡിൻ്റെ ഡെബ്യൂ ആയിരുന്നു. Well, this will be special for the supporters, the unfurling of the flags. As a World Cup, listen to that noise. Took Australia to the round of 4-1 just over a year into his work now with Iraq. മാർട്ടിൻ ഒഡെഗാർഡാണ് ക്യാപ്റ്റൻ Serious നോർവേയുടെ. self-belief into this team. നോർവേ 4 ഇറാഖ് 1. ഹാളൻഡിൻ്റെ ഡെബ്യൂ and also the debut of Martin Odegaard. And so it Arsenal begins the player. lengthy walk towards the chance of a lifetime. It's a pragmatic 4-4-2 under Graham Arnold. And the two strikers certainly have goals in them, Ali Al-Hamadi and Ayman Hussein. They both found the net. Front three that can stretch and punish. Haaland. Just ask most that have had to contend with Erling Haaland recently. Musa, Haaland and So the first touch of a World Cup ball for many a year for these two. Iraq in the white, Norway in the distinctive red. And alongside me, a FIFA World Cup veteran, Brad Friedel. These two meeting for the first Try to hit Norway on the counter. They're going to try to get free kicks. They're going to find it difficult as the game goes. One of the bright sparks up towards Haaland, whose first touch is good. But he can't quite wriggle away from the attention of Akam Hashem. Ibrahim Bayesh positioned himself well to nod it away. Here's Al-Hamadi!
the top of the crossbar. That might all be about to change now. Berger to Nusa. Support from Müller for far. And in there was Haaland! It's taken him less than half an hour to score his first ever World Cup goal. Erling Haaland owns this stage. This is where he belongs. Started from the goalkeeper, patient build-up. And for a little change, when it got into the midfield, they moved the ball quickly. Got it to Nusa again, who's been a menace the last few minutes. And a great cross in by Müller. And who's the man who's breaking into the box? You just see that burst of pace right there. None other than Erling Haaland. Great movement, great link-up play, tremendous cross, easy finish. But doesn't he always make it look easy? The go-ahead for this set piece. It's close to the goalkeeper, Hassanu. Got something on it, maybe not as much as he would have liked. There's a lot of chaos in the box. Seen? Hasn't seen enough of the Norway ball. was struggling by the match of Alamari is a brilliant header, it's 1-1. Iraq when Norway won. Ayman Hussein equalises for Iraq. I'm so sorry. Feel it, you're gonna be the needed. Come so sorry, I'm so sorry. Time great goal scorers. Ayman Hussein with it. They haven't been forward in possession for quite some time now. It's a really good run by Alamari in the midfield, right there. 3 players in the box. Just a perfect cross and really good power, a towering header. He snaps down that header, gives the goalkeeper no chance to save it. Keeper set, good push off. The crowd erupts. That's just what this game needed. Out of nowhere, from behind. Thought it was going to be a mountain to climb, and here we are, 1-1. That's what's a first. Oh, that's a little short! It's far too short, especially when Haaland is lurking. And he won't get an easier World Cup goal, Erling Haaland, than that one. Iraq gave themselves a platform, but they've just kicked the platform from beneath their feet. It's another for Erling Haaland. Well, this game never ceases to amaze you as Iraq is flying high. It's a really poor back pass. Haaland is second goal also backed off of it. I think he thought the ball was going to come closer to him. And Haaland, he doesn't stop. And he's this big machine, towering, powerful striker, sprinting. What a terrible, terrible mistake, terrible timing to concede that goal. And now again, the right. Erling Haaland. That's cleverly done. And right through the middle is Al Hamadi, who's gone beyond. Nilon is beaten, but the ball is going to drift past the post. Just couldn't quite set up Mesopotamia at the end of this first half, and we are right at the end of the first half. Corner is a good one. Iraq നല്ല കളിയായിരുന്നു. Looking by Alamari, Haaland there. Oh, the hit that is! Unlucky. Would have been the goal of his dreams, Akam Hashem. An explosive end to an enthralling half of football. And Iraq at the end of it all perhaps will feel more than a little unfortunate that they head in behind in the break. Ayman Hussein for Iraq. Men's FIFA World Cup debut was Miroslav Klose for Germany. Ibrahim Bayesh, Hussein trying to repeat the trick. Far more difficult header that time to exit. Serlot back there trying to defend. Alamari got his head up. Too high for Bayesh, knocked back over Nilon by Hussein Ali.
who was at the very back of the... He might be able to execute something spectacular. Well, I'm not sure if he was going for goal or across the goal, but whichever one it was. Holland's the only one in red inside the penalty area. Erdegaard, Oscar Bob, beautiful Norway move. It almost deserved a goal. 98. Ostergaard, left higher than the ball. Ostergaard. Norway 3, Iraq 1. Highlights ആണ്. A towering header from the Norwegian substitutes. Only his second ever goal for his country. Been in the box, a lot of height, inspired substitution. Nobody blocks his run. Very difficult for the goalkeeper to come out with all the bodies around him. And quite a simple header in the end. You see all those bodies in front of the goalkeeper. It's impossible to come out and try to punch or claim the ball. Well concentrated, well timed header, and a huge goal for Norway. Now well in control of this game, 3-1. Well, he isn't the tallest, Leo Ostergaard, but has a brilliant heading ability, as we've just seen there. Attack this Norwegian team. However, they have bags of goals in them themselves. I would say they might be better suited to play when they're underdogs and when another team's going to have more possession. Berg. Cesare. Scooped into Ostergaard. And the goalkeeper couldn't get hold of it. And Torsved did. A little touch from Christian Torsved to force it over the line. Norway 4, Iraq 1. Norway have 4 in their Group I opener. Well, they didn't know whether to cross it in or not. They ended up doing it. And if Norway was happy before with the 3 points, they are delighted now. You got your center back out in the right wing position. There's no foul on the play. And it was pretty much the last touch of the game. When we share who we truly are, real connections happen. Black and white, the magic of sharing. You glow different. അർജന്റീന അൾജീരിയ മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് ആണ്. 2019. ഇപ്പം ടൈം എന്ന് പറയുന്നത് 1:53 AM ഓഫ് 19th June 2026. This stadium has never seen a moment quite like this. The flags of Argentina and Algeria. His 200th cap. Tonight, a record-setting 6th World Cup for Lionel Messi, whose face now illuminates the scoreboard in Kansas City to the uproarious applause of so many his fellow countrymen and women. It was his intro music for the Chicago Bulls. Perhaps it's only right Lionel Messi walks out that same song made famous in the It's going to be vital for Argentina. And Lionel Messi, appearance number 200 for his country. Score of 117 goals. They're going to sit in and add that solidity in the middle of the park because defensively the two centre-back pairing, they're not that quick. Ben Sabini was in question. Argentina and Algeria begin their World Cup. Lautaro gets the first touch for Argentina. We're underway in Kansas City. Algeria and Argentina. Lautaro can stretch the play. Aiming from Mata. Service Lautaro. Smashed down by Zidane.
Lautaro, Messi! Leo Messi! The flag is up. It's deemed offside. It was nearly a dreamlike start for Argentina. It's wiped off the board. Offside, and I think the look on his face tells the story. I'll be honest, I think it's a bit tighter than I initially thought, but I do think that Algeria left is certainly something they're targeting. It's because Nori, he does love to get forward, he loves to add to the attack, and he's normally got the pace and the engine to be able to get back, but there are times where he's going to get caught in the transition, and it's something that I see Argentina are really focusing on. Mazza slips it ahead. Shiny! Oh, what a start it is for Algeria! Faris Shady opens the scoring in stunning fashion. They totally turned the tables on the reigning champion. Algeria ahead in Kansas City. Because of moments like this, now, is that offside? It's tight, we know it's going to be looked at, but the ball through to Shabi is absolutely immaculate. And what's clever about this is he opens his hips up, so I think he outfoxes Martinez in the fact that I think the goalkeeper thinks he's going to go across him and he doesn't. He just shifts it into the near post. Offside, no goal. No need to look at the monitor. VAR offers assistance. And both sides now by exquisitely small margins. Sun going down with the humidity dropping off has made a huge difference. Messi flying forward. Leo Messi! He transcends time! His 200th cap! His 6th World Cup! Another majestic moment for Lionel Messi! All these years of performing on the world stage, absolutely not. There's nothing that Zidane in goal can do about this, but it's textbook. The way that he turns, the pocket that he finds, the drive forward, and then the shot in the top corner. Yes, I know it takes a little flick off the hands of Zidane, but it's just out of reach. Take nothing away from Argentina and Leo Messi. They have arrived in Kansas, they have arrived again on the world stage, and that man... Bentaleb slips ahead. Angled across, Martinez guarding the post. Touches away the shady effort. Bart. Played short to Guiri. Badawi serving. Oh, this defender on an island. Hernandez got it wide. Rams down the goal. Namada. Regrettable conclusion. An enticing counter. Dynamic ball through midfield. Shabi. Shakes the man. Shabi. Angling still for space, going for goal, takes a deflection, multiple bounces off Guiri and into the grateful hands of Martin. The body feints, the drop of the shoulders, and just say because of the deflection. When we share who we truly are, real connections happen. Black and white, the magic of sharing. Love makes you go the distance. B6, Mahindra electric SUV. 2 a.m. of 19 to Some things you do for a good life. Some for the greater good.
100 pipers, be remembered for good. Another dance? Up to you. T-Life, the SUV, car rocks. When it comes into go eerie, he just can't quite get a handle on the ball. It's the Netherlands. Another foul from Belgali. I don't know why he looks so perplexed. As he offers, Pallister was waiting and takes us to halftime. Great ball. Should have done better with it, McAllister, and that's why he's got his head in his hands currently. Flag take away the tally in the opening 10 minutes. Messi's surely counts. Argentina 1, Algeria 0 at halftime. Guerri takes the first touch for Algeria onto the second half. One change at the intermission. It's Molina, who started it right back. The majority of the last World Cup in 2022 replaces Gonzalo Montiel. Paul said, I'm doing it because I love him. Here's the shot from effort. The effort from distance from Messi. Gets Patrick Mahomes up out of his seat. They do well, Argentina here, to win it back. For me, one is disappointing from Messi. Second of all, the way that's defended. Messi trudging into the attacking third, slips it in, Martinez! Martinez! Swiped by Zidane. The deflection high from range. Big deflection! Got it all! That's two for Messi! The second leading scorer in the history of the World Cup now! And Argentina's talisman delivers yet again! Potentially takes a deflection. But let's start from the beginning. Wonderful touch by Messi. Great ball out from the goalkeeper. And it's about this follow-up from McAllister. In all essence, it's extremely poor by the goalkeeper. Slightest of deflections, if that. But in that position, you need to push it out wide, Zidane. You can't push it back into the area. This will give us a better indication. I don't think there's even a deflection on the ball. And then Messi, right place at the right time, following in. And it'll be one of the easiest goals he ever scores in his career. Seems like a strange decision not to start him. Ball ahead. Could this be the moment? Zidane, just enough to whisk away Messi's effort toward a hat-trick. Wow, the whole stadium held its breath, waiting for history. There's not much that package. Messi. Gonzalez. Back to Messi. Messi! His first World Cup hat-trick, and it's a record setter! One of one, never to be replicated. Lionel Messi in Argentine lore, and now tied with Miroslav Klose the most goals in the World Cup. Well, it's special. A special moment for an incredibly special player. The way that he strokes. When we share who we truly are, real connections happen. Black and white, the magic of sharing. Love is nothing without the thrill. B6.
Mahindra electric SUVs. Some things you do for a good life. Some for greater good. 100 Pipers. Be remembered for good. Another dance? Up to you. Team Life. The SUV. Car rocks. This home, yes, he's got power, but it's so precise. This is a pass into the net. It's wonderful. It is a moment of history, and it is another record for Leo Messi. The entire crowd to their feet. Martinez sends it away. Argentina. Leo Messi. A 3-0 win in their opener. A dominant result over Algeria. They avoid the pitfall of 2022 and begin their title defense in style. Algeria 3-0. സ്വിറ്റ്സർലാൻഡ് ഒരെണ്ണം അടിച്ചായിരുന്നു. മൻസാമി എന്ന് പറയുന്ന ഒരാളാണ് അടിച്ചത്. 74th മിനിറ്റിന് അടിച്ചിരുന്നത്. ഇടയ്ക്ക് വഴി വിട്ട് മറ്റേ സ്ഥലത്തേക്ക് പോയായിരുന്നു. സോറി, ബാക്കിലേക്ക് ഹെഡ് ചെയ്ത് കോർണറാക്കി കളഞ്ഞാൽ അവിടെ ഒരു കോർണർ തീരുന്ന ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഇൻസൈഡിലേക്ക് ഹെഡ് ചെയ്ത് ഗോളാക്കി മാറ്റി ഒരു ഗോളിൽ ഡൗൺ ആയി നിൽക്കുന്നത്. തീർച്ചയായും ഡിഫൻസീവ് എററാണ്. ബോസ്നിയയുടെ ഡിഫൻസീവ് പിഴവാണ് അവർക്ക് 71ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ വഴങ്ങാൻ കാരണമായത്. ഈ മത്സരത്തിൽ തോൽവിയാണ് 6.82 ലക്ഷം പേരാണ് ഈ കളി കാണുന്നത്. ഈ ഗ്രൂപ്പിൽ ഇനിയുള്ള 2 ടീമുകൾ കാനഡയും ഖത്തറുമാണ്. അവർ ഈ മത്സരം കഴിഞ്ഞാൽ അവരും കളിക്കുന്നത് ഇറങ്ങുന്നുണ്ട് 2ാം റൗണ്ട് മത്സരത്തിനായി. സോ നിലവിൽ 1 പോയിന്റ് മാത്രമേ ബോസ്നിയക്കുള്ളൂ. ഇത് ജയിച്ചാൽ സ്വിറ്റ്സർലൻഡിന് 4 പോയിന്റ് ആകും. സോ അത് ബോസ്നിയയെ പ്രതികൂലമായി ബാധിക്കും. നല്ലൊരു സ്വിച്ച് ഓവർ. മാൻസാമ്പി വരുന്നു. ഓരോന്നിൽ നിന്നും പക്കമായി മാൻസാമ്പി. പക്ഷെ വെൽ ഡിഫൻഡഡ് കോൾഷിനാച്ച്. മാൻസാമ്പി വീണ്ടും വീണ് കിടപ്പിൽ ആ പന്തെടുത്ത് വീണ്ടും ബോക്സിലേക്ക് നൽകുന്നു. യോഹാൻ മാൻസാമ്പി ഇൻ നൈസ് ഫോം. നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് ബോൾ പിടിച്ചെടുക്കുകയാണ്. സ്വിറ്റ്സർലാൻഡ് 1 ബോസ്നിയ 0. സ്വിറ്റ്സർലാൻഡ് 1 ബോസ്നിയ 0. 78 മിനിറ്റ്സായി മാച്ചിൻ്റെ 2:08 AM ഓഫ് 19th June 2026. ക്യാപ്റ്റൻ സിയാൽ കോൾഷിനാച്ച്. ഇഞ്ചിയുടെ ആ ഒരു സ്ട്രെങ്തിൻ്റെ ഇടയിൽ അവിടെ വീണ് പോവുകയാണ് അവിടെ ഇസ്മിർ. നമ്പർ 20 നെസ്മിറാണ്. നമ്പർ 20 നെസ്മിറാണ് പന്ത് നഷ്ടപ്പെടുത്തി കളയുന്നത്. റെഡ് കാർഡ്. സ്ട്രൈറ്റ് റെഡ് ആണ് അവിടെ. താരിഖ് മുഹറമോവിച്ച്. ഈ മത്സരത്തിന്റെ ഇത്രയും നേരം ബോസ്നിയൻ പ്രതിരോധ നിരയിൽ പാറ പോലെ ഉറച്ചു നിന്ന താരിഖ് മുഹറമോവിച്ച് ഒടുവിൽ ബ്രീലെംബോളോയെ പിറകിൽ നിന്ന് ടാക്ലിംഗ് ഫ്രം ബിഹൈൻഡ്. താരിഖ് മുഹറമോവിച്ച് റെഡ് കാർഡ്. സ്ട്രൈറ്റ് റെഡ് കാർഡ്. ബോക്സിന്റെ വെളിയിൽ നിന്നും തൊട്ട് വെളിയിൽ നിന്നും ഒരു ഫ്രീ കിക്ക് ബോക്സിംഗ്. ശരി തന്നെയാണ്. ആ ബോക്സിൽ കിടക്കുന്ന തൊട്ടുമുമ്പിൽ തന്നെ ആ ഒരു കോണ്ടാക്ട് അവിടെ വരുന്നത്. ലാസ്റ്റ് മാനാണ് 1 vs 1. അതുകൊണ്ട് തന്നെയാണ് അവിടെ റെഡ് കാർഡ് വരുന്നത്. താരിഖ് മുഹറമോവിച്ച് റെഡ് കാർഡ് കണ്ട് പുറത്തേക്ക് പോകുന്നു. ഓൾറെഡി ഒരു ഗോളിന് പിന്നിലായ ബോസ്നിയയ്ക്ക് ഇരട്ട പ്രകടമായി മാറുന്നു താരിഖിന്റെ റെഡ് കാർഡ്. താരിഖ് മുഹറമോവിച്ച് റെഡ് കാർഡ് and out. അവസാന 10 മിനിറ്റ് ഒരു ഗോളിന്റെ കമ്മിയും 10 പേരുമായി കളിക്കണം ഇനി. നല്ലൊരു സ്ഥലത്ത് നിന്ന് ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട് സ്വിറ്റ്സർലാൻഡ് 1 ബോസ്നിയ 0. ബോസ്നിയയ്ക്ക് റെഡ് കാർഡ് കിട്ടി. 80 മിനിറ്റ്സായി. ഇപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച് മാച്ച് 26ൻ്റെ 2:10 AM ഓഫ് 19th June 2026. ഒരു ഫ്രീ കിക്ക് എന്ന് പറയാം. സ്വിറ്റ്സർലൻഡ് ഗ്രെയിൻ സാക്ക.
വാർഗസും ജാക്കയുമാണ് അവിടെ. രണ്ടുപേരും പിടിക്കുകയാണ്. ഗ്രാനിറ്റ് സാക്ക ആൻഡ് റൂബൻ വർഗാസ്. റൂബൻ വർഗാസ് മികച്ച ഫ്രീ കിക്ക്. പക്ഷേ ഗോൾ കീപ്പറുടെ മികച്ച പൊസിഷനിങ് അവിടെ തുണയാകുന്നു. ബോസ്നിയയ്ക്ക് ഗോൾ കൺസിഡർ ചെയ്യേണ്ടി വരുന്നില്ലാവും. മാൻസാമ്പി വർഗാസ്. സ്വിറ്റ്സർലൻഡ് 1 ബോസ്നിയ 0. റൂബൻ വർഗാസ്. റൂബൻ മാൻസാമ്പി. ബ്രില്യന്റ് മൂവാണ്. വളരെ സ്വിഫ്റ്റ് ആയിട്ടുള്ള മറ്റൊരു മൂവാണ് മാൻസാമ്പി. നമുക്ക് ആ ഒരു ഫ്രീ കിക്കിന് പവർ നോക്കുക. ഓൺ ടാർഗറ്റ് തന്നെയാണ്. ഗോൾ കീപ്പർ പിടിക്കാനൊന്നും ശ്രമിക്കുന്നില്ല. അദ്ദേഹം പഞ്ച് ചെയ്ത് കളയാനാണ് ശ്രമിക്കുന്നത്. അതിലത് അദ്ദേഹം വിജയിക്കുകയും ചെയ്യുന്നു. കൊച്ചു ആരാധികയുടെ ആ എക്സ്പ്രഷൻ നമുക്ക് അവിടെ കാണാം. കോർണർ റൂബൻ വർഗാസ് എടുക്കുന്നു. സ്വിറ്റ്സർലൻഡ് കോർണർ. റൂബന്റെ കോർണർ വരുന്നു. ഗോൾ കീപ്പർ തട്ടിയെടുക്കുന്നു ബോക്സിന്റെ വെളിയിലേക്ക്. സെക്കൻഡ് ബോൾ വിൻ ചെയ്യുന്നു സെസ്. ചെറിയ രീതിയിൽ ക്യാപ്റ്റൻ ഗ്രാനിറ്റ് സാക്ക തന്നെയാണ് അത് വിൻ ചെയ്തത്. നമുക്ക് അദ്ദേഹം എത്ര കൂളായിട്ടാണ് ആ കളി നിയന്ത്രിക്കുന്നത് നോക്കുക. നല്ല രീതിയിൽ തന്നെ ആ ബോൾ ഹോൾഡ് ചെയ്ത ടീമിന്റെ ഗെയിമിന്റെ ആ സ്പീഡ് നിയന്ത്രിക്കാൻ ജാക്കയ്ക്ക് കഴിയുന്നുണ്ട്. Switzerland 1 Bosnia 0. 2:12 AM of 19th June 2026. Match number 26. ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്നാമത്തെ താരമായി മാറിയിരിക്കുകയാണ് സ്വിറ്റ്സർലൻഡിന്റെ ഫുട്ബോൾ ചരിത്രത്തിലെ വേൾഡ് കപ്പ് ഗോൾ സ്കോറർ യോഹാൻ മാൻസാമ്പി. 20 years and 247 days. അല്ല, രണ്ടാമത്തെ ആ ഒരു ഫൗളിന് ഇടയായ ആ ഒരു ത്രൂ പാസ് കൊടുത്തത് മാസാമ്പി തന്നെയാണ്. റോഡ്രിഗസിലേക്ക് റൂബൻ വർഗാസും മാൻസാമ്പിയും ഇബ്രിസോയും വന്നതിന് ശേഷമാണ് സ്വിറ്റ്സർലൻഡിന്റെ കളിക്ക് ഒരു പുതു ജീവൻ കിട്ടിയത്. മാറിയേന് അപ്പോഴേക്കും അത് മൈനസ് കൊടുത്ത് അപകടം ഒഴിവാക്കുന്ന നിക്കോ എൽവെരി. അദ്ദേഹത്തിന് ഫസ്റ്റ് ടച്ച് കുറച്ച് നീണ്ടു പോകുന്നവിടെ മിസാക്കിലേക്ക് ഈ വേൾഡ് കപ്പിൽ ആകെ റെഡ് കാർഡുകളുടെ എണ്ണം ഓൾറെഡി 4 ആയി കഴിഞ്ഞു. 2018 2022 ആകെ കണ്ടത് 4 വീതം റെഡ് കാർഡുകളാണ്. ഇവിടെ ഗ്രൂപ്പ് മത്സരങ്ങളുടെ ആദ്യ റൗണ്ട് പിന്നിടുമ്പോൾ തന്നെ ടോട്ടൽ റെഡ് കാർഡ് 4 ആയി കഴിഞ്ഞു. സ്വിറ്റ്സർലാൻഡ് 2 അടിച്ചു. 85 minutes ആയി. സ്വിറ്റ്സർലാൻഡ് 2 ബോസ്നിയ 0. ബോസ്നിയയുടെക്ക് ഒരു റെഡ് കാർഡ് കിട്ടി. ഇപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ചിട്ട് 2:15 AM ഓഫ് 19th June 2026. കളിക്കളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു സ്വിറ്റ്സർലൻഡിന് വേണ്ടി. സ്വിറ്റ്സർലാൻഡ് 2-0. 2-0 സ്വിറ്റ്സർലൻഡ് ലീഡ് ചെയ്യുന്ന ബോസ്നിയക്കെതിരെ. ഈ ഗ്രൂപ്പിൽ നിർണായക മത്സരം ഈ വിജയം കൈവരിച്ചാൽ സ്വിറ്റ്സർലൻഡിന് ഗ്രൂപ്പിൽ ഒന്നാമതെത്താം വിത്ത് 4 points. അതിലേക്കുള്ള യാത്രയിലാണ് അവർ. 2-0 സ്വിറ്റ്സർലൻഡ് ലീഡിംഗ്. റെഗുലർ ടൈമിന്റെ 86 മിനിറ്റുകൾ പിന്നിട്ടിരിക്കുന്ന മത്സരം. 2 മാറ്റങ്ങൾ ബോസ്നിയ നടത്തിയിരിക്കുന്നു. സുനിലിച്ചും ഡെനിലോവിച്ചും പുറത്തേക്ക് പോയിരിക്കുന്നു. ജേഴ്സി നമ്പർ 16 25 കളത്തിൽ ആമേർ ഹംസിയമറ്റോവിച്ച് ആൻഡ് എർവിൻ മഹവിച്ച്. ചെക്ക് ലീഗിൽ കളിക്കുന്ന എർവിൻ മഹവിച്ചും ബെസിക്താസിന്റെ താരം ആമേർ ഹാദിസിയമറ്റോവിച്ചും. മറുഭാഗത്ത് ജാക്കസ് ലൂക്ക ജാക്കസ് ഫോർ സ്വിറ്റ്സർലൻഡ്. മാൻസാമ്പി യോഹാൻ മാൻസാമ്പിയുടെ ക്രോസ് 6 യാർഡിലേക്ക് വന്ന ക്രോസ്. ബ്രില്യന്റ് ക്രോസ് തന്നെയാണ്. പക്ഷെ ഫസ്റ്റ് പോസ്റ്റിന്റെ അവിടെയാണ് വന്നത് ഗോൾ. അതുകൊണ്ട് തന്നെ ഗോൾ കീപ്പർക്ക് അത് മുന്നോട്ട് വന്ന് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതോടെ മാസാമ്പി ചെറിയ ഒരു മുടന്തൽ കാണിക്കുന്നുണ്ട് അവിടെ. സ്വിറ്റ്സർലൻഡ് ഒരു 10 പിടിച്ചെടുക്കുന്നു. ആ ക്രോസിലേക്ക് പറന്നാണ് ചെല്ലുന്നത് ബ്രില്യന്റ്.
അമ്പോഴെ ഒരു സ്ലൈഡിങ് ട്രയൽ നമ്മളവിടെ കണ്ടു. ഒരിക്കൽ കൂടെ കാണാം. റൂബൻ വർഗാസ് നല്ലൊരു ബോളാണോ, അത് ടച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല, കടന്നു പോകുന്ന അവിടെ. രണ്ടുപേരും ഡിഫൻസിൽ ആദ്യം കാറ്റിച്ച് ഫുൾ സ്ട്രെച്ചിലാണ് വരുന്നത് ഡിഫെൻഡ് ചെയ്യാൻ, അതേപോലെ ഒഫൻഡ് ചെയ്യാനും ഇദ്ദേഹം ബ്രീലും ഫുൾ സ്ട്രെച്ചിലാണ് വരുന്നത്. ബാക്കി ബ്രീലിനെ മാറ്റുകയാണ് അവിടെ. ബ്രീൽ എംബളോ പുറത്തേക്ക് പോകുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന ബ്രീൽ എംബളോ. സ്വിറ്റ്സർലൻഡിന്റെ സ്ട്രൈക്കർ ബ്രീൽ എംബളോ ഗോയിങ് ഔട്ട്. പകരം ജേഴ്സി നമ്പർ 26 സെഡ്രിക് ഐറ്റൻ ആണ് വരുന്നത്. ജർമ്മൻ ബുണ്ടസ്ലീഗയിൽ ഡസൽഡോഫിന്റെ താരം സെഡ്രിക് ഐറ്റൻ comes in for Briango. 89-ാം മിനിറ്റിൽ സ്വിസിന്റെ മറ്റൊരു മാറ്റം. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് സ്വിറ്റ്സർലൻഡ് ഈ മത്സരം കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. നിർണായകമായ 3 പോയിന്റ് നൽകിയ സ്വിറ്റ്സർലൻഡ് ഗ്രൂപ്പ് ബിയിൽ മുന്നിലെത്താനുള്ള സുവർണാവസരം. ഈ കളി ജയിക്കുകയാണെങ്കിൽ 4 പോയിന്റുമായി സ്വിറ്റ്സർലൻഡ് ഒന്നാമതെത്തും, ബീറ്റിംഗ് ബോസ്നിയ ആൻഡ് ഖത്താർ ആൻഡ് കാനഡ. ഇതിനുശേഷം ഖത്തർ കാനഡ മത്സരം വരാനിരിക്കുന്നു പിന്നാലെ. അതുവരെ ഇതില് ജയിച്ച ആ ഒരു ടേബിൾ ടോപ്പ് മത്സരിക്കാൻ സാധ്യത. സാമ്പി പന്ത് കളയാതെ കീപ്പ് ചെയ്ത് വലത്തേക്ക് നൽകുന്നു ജോഹാൻ ജാക്കോസ്. ലൂക്ക ജാക്കസ്, കാഞ്ചി, റോഡ്രിഗസ്, വർഗാസ്, സ്വിറ്റ്സർലാൻഡ് 3. ഹലോ, സ്വിറ്റ്സർലാൻഡ് 3 ബോസ്നിയ 0. 90 മിനിറ്റ്സ് കഴിഞ്ഞു, അഡീഷണൽ ടൈമിലേക്ക് കയറിയിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡ് 3 ബോസ്നിയ 0. ബോസ്നിയ റെഡ് കാർഡ്. സ്വിറ്റ്സർലാൻഡ് 3 ബോസ്നിയ 0. 90 മിനിറ്റ്സ് 6 മിനിറ്റ്സ് ആണ് ആഡ് ടൈം. നമുക്ക് നോക്കാം എന്താവുന്നു. 3-0 സ്വിറ്റ്സർലാൻഡ് 3 ബോസ്നിയ 0. 72ാമത്തെ മിനിറ്റിലാണ്, 71ാമത്തെ മിനിറ്റിലാണ് ആ ചേഞ്ചസുകൾ വന്നത്. അതിനുശേഷം ബാക്ക് ടു ബാക്ക് അറ്റാക്കുകൾ വരുന്നു, അത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നു പ്രോപ്പറായിട്ട്. അങ്ങനെ 3 ഗോളുകൾ ബാക്ക് ടു ബാക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സ്വിറ്റ്സർലൻഡിന് കഴിയുകയാണ്. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് സ്വിറ്റ്സർലൻഡ് ലീഡ് ചെയ്യുകയാണ്. ബോസ്നിയൻ പ്രതിരോധം തപ്പിച്ച് ചീന്തിക്കൊണ്ട് കളിയുടെ അവസാന 20 മിനിറ്റുകളിലാണ് സ്വിറ്റ്സർലൻഡ് നിറഞ്ഞാടിയത്. എഡിൻ ചെക്കോയ്ക്കും ടീമിനും നിരാശയോടെ ഇന്ന് ലോസ് ഏഞ്ചൽസ് വിടേണ്ടി വരും. റൂബൻ വർഗാസ് 2 അറ്റംപ്റ്റുകൾ, സൂപ്പർ റൂബൻ വർഗാസ് ലാലിഗ പ്ലെയർ. നേരിടുന്നുണ്ട് അവിടെ. കൺസീഡ് ചെയ്യേണ്ടി വരുന്നു 2 മിനിറ്റ്സ് കഴിഞ്ഞു. 90+2 90+6 ആണ്. സ്വിറ്റ്സർലാൻഡ് 3 ബോസ്നിയ 0. കാണാം എന്താവും. ബോസ്നിയക്ക് ഒരു കോർണർ കിട്ടിയിട്ടുണ്ട്. ബോസ്നിയ അടിച്ച് ഒരു ഗോൾ. വാട്ട് എ ഗെയിം മാൻ, വാട്ട് എ ഗെയിം. സ്വിറ്റ്സർലാൻഡ് 3 ബോസ്നിയ 1. ഷാജുദാമരം പോലും പറയാം. വാട്ട് എ ഗെയിം. ഇറ്റ്സ് ടൈം ബ്രേക്കിംഗ്. 90+3 മിനിറ്റ്സ് കഴിഞ്ഞ് 90+6 മിനിറ്റ്സ് ആണ് അഡീഷണൽ ടൈം. സ്വിറ്റ്സർലാൻഡ് 3 ബോസ്നിയ 1. സ്വിറ്റ്സർലാൻഡ് 3 ബോസ്നിയ 1. 90+4 മിനിറ്റ്സിലേക്ക് കിടക്കുന്നു. സ്വിറ്റ്സർലാൻഡ് 3 ബോസ്നിയ 1. ബോസ്നിയക്ക് ഒരു റെഡ് കാർഡ്. അവസാന നിമിഷം ബോസ്നിയ ഒരു വോളിയിലൂടെയാണ് ഒരു ഗോൾ അടിച്ചത്. സ്വിറ്റ്സർലാൻഡ് 3 ബോസ്നിയ 1. 90+4 മിനിറ്റ്സ്. 2 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാച്ച് തീരും. ഇപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ചിട്ട് 2:24 AM ഓഫ് 19th June 2026. മാച്ച് നമ്പർ 26 is exciting. സ്വിറ്റ്സർലാൻഡ് 3 ബോസ്നിയ 1. 90+5 മിനിറ്റ്സ്. ബോസ്നിയ റെഡ് കാർഡ്. പൊളി മാൻ, പൊളിക്കളി അടിപൊളി കളി. ഇത്രയും നേരം സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് ഇത്രയും നല്ലൊരു കളി കണ്ടിട്ടില്ല.
സൂപ്പർ കളി. കൊളാസിനാണ് അവിടെ അദ്ദേഹമാണ് ആ ഒരു ഫോൾ ചെയ്യുന്നത്. റൈറ്റിനെതിരെയാണ് ആ ഫോൾ കൊളാസിനാച്ചിന്റെ. ഇഞ്ചുറി ടൈമിന്റെ ജസ്റ്റ് 2 മിനിറ്റ് മാത്രമേ ബാക്കി. സ്വിറ്റ്സർലൻഡ് ഒരു മികച്ച വിജയം 3-1 വിജയത്തിനരികെ. സ്വിറ്റ്സർലൻഡ് ഗ്രൂപ്പിൽ ആദ്യ വിജയം അവർ നേടിയെടുക്കാൻ പോകുന്നു. ആദ്യ മത്സരം സമനിലയായിരുന്നു. ഖത്തറിനെതിരെ ഒരു ത്രൂ ബോൾ, ബ്യൂട്ടിഫുൾ ബോൾ നേരെ ഇറ്റലിയിലേക്കാണ്. പെനാൾട്ടി ഫോർ സ്വിറ്റ്സർലാൻഡ്. എന്ത് കളിയാപ്പത്! പെനാൾട്ടി ഫോർ സ്വിറ്റ്സർലാൻഡ്. ഈ മത്സരം പുരോഗമിക്കുന്നത് ഇഞ്ചുറി ടൈമിന്റെ അവസാന സെക്കൻഡുകളിലേക്ക് പെനാൾട്ടി കൂടി നമുക്ക് കാണാം. സ്വിറ്റ്സർലൻഡിന് അനുകൂലമായി ഒരു പെനാൾട്ടി ഫോർ സ്വിറ്റ്സർലാൻഡ്. പെനാൾട്ടി ഫോർ സ്വിറ്റ്സർലാൻഡ്. ചെക്കിംഗ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ അദ്ദേഹം പറയുന്നുണ്ട് അവിടെ ആ ഒരു ടച്ച് നോക്കുക, ബോളിലാണ് ടച്ച് ചെയ്യുന്നതാണ് പറയുന്നത്. ആണ് ആ പന്തിലേക്ക് വരുന്നത്. ഇബ്രിൽസോ എന്തായാലും വാർ ചെക്കിങ്ങിലേക്ക് പോകും. അവിടെ ടാക്കിളിന് വരുന്നത് മെമിച്ചാണ്, നമ്പർ 15. മെമിച്ച് ഇബ്രിൽസോയാണ് ടാക്കിൾ ചെയ്യുന്നത്. താഴെ വീണത് ഇബ്രിൽസോ. പെനാൽറ്റി, യെസ്, പെനാൽറ്റിയിൽ ഉറച്ചു നിൽക്കുകയാണ് റഫറി. പെനാൽറ്റി കാണാം. 4-1 ബോസ്നിയെ സ്വിറ്റ്സർലാൻഡ് പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വാട്ട് മാൻ, ദേ ആർ സെലിബ്രേറ്റിംഗ്. സ്വിറ്റ്സർലാൻഡ് 4, ബോസ്നിയ 1. ആദ്യത്തെ ഇത് കണ്ടില്ല. പിന്നെ ഒരു ഇങ്ങനെ ഇട്ട് കൊടുത്ത് അതിൽ നിന്ന് അടിച്ചു പറഞ്ഞു. പിന്നീട് ഇങ്ങനെ ഒരു കളവടിച്ചു, അതിൽ നിന്ന് അടിച്ചു പറഞ്ഞു. പിന്നെ അയാൾ ഗോളി അടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെനാൽറ്റി കിട്ടി. ഈ വർഷത്തെ പെനാൽറ്റിയിൽ, ഈ എഡിഷനിലെ വേൾഡ് കപ്പിലെ പെനാൽറ്റീസിൽ ആദ്യമായിട്ടാണ് റൈറ്റ് സൈഡിലേക്ക് അടിക്കുന്നത്. എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് അടിച്ചത്. സൂപ്പർ കളി. സ്വിറ്റ്സർലാൻഡ് 4, ബോസ്നിയ 1 ഓഫ് മാച്ച് നമ്പർ 26 ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026. സൂപ്പർ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 2:28 AM ഓഫ് 19th June 2026. സൂപ്പർ കളി. പ്രൈവറ്റ് സെക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ടൂൾ. പേട്രിയറ്റ്. राधा के चश्मे में हमें उसका खून मिला जिसने उसका मर्डर किया. അടിപൊളി കളി. സ്വിറ്റ്സർലാൻഡ് 4, ബോസ്നിയ 1. പോയിക്കളി അടിപൊളി. ഗ്യാസ് കയറി. സാക്കയ്ക്ക് ഇപ്പോൾ 33 വയസ്സ്. സാക്ക സൂപ്പറാ. ഇനി 2 മാച്ചിൻ്റെ കൂടെ ഹൈലൈറ്റ്സ് കാണാനുണ്ട്. ഇന്ന് രാവിലെ നടന്നത് മാച്ചസാണ്. അതിൻ്റെ മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് ഒക്കെ കാണാം. Just enjoy, man, enjoy. അർജൻറ്റീന അൾജീരിയയുടെ കണ്ടു. ഓസ്ട്രേലിയ നേരെ കണ്ടു. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ കണ്ടതാണ്. ഗാന പനാമ ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ. ഗാന പനാമയുടെ ഹൈലൈറ്റ്സ് കാണാം. ഗാന
ഗാന പനാമയുടെ highlights ആണ്. സൂപ്പർ കളി കേട്ടോ. സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് ബോസ്നിയ. When the all-important action starts. As usual, the stage is being set beautifully to themselves before the all-important action begins. ഗാന പനാമ മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് ആണ്. ഗാന 1 പനാമ 0. These two nations have been watching and waiting, and now they're walking into a World Cup finals evening. And Captain Jordan Ayew, who plays in his third World Cup finals and steps ahead of his brother today to become the Black Stars' outright leading appearance maker with began the first two. It could be a landmark day for ഗാനയുടെ ഫേമസ് പ്ലെയർ ആയിരുന്നു അസമോയ ഗ്യാൻ. ആള് ISL കളിച്ചിട്ടുണ്ട്. Away we go. By the end of the day, we will have seen everybody take to the stage at these FIFA World Cup finals. These two nations have had to be more patient than most, with a real spring in the step after qualification, with a general feeling around the squad too, as they go in search of an early opener. And it's thwarted by a fabulous save. Did they ever? This was a brilliant ball into the box. Lots of pace, not the easiest to get in front of the defender, does so. And what an athletic save that is. You really see what Panama wants to do. And they do bring with them a fair bit of experience as well as some youth and enthusiastic youngsters. Martinez trying to get on the end here, and down he goes. A lot of appeals from the stands, but in truth not too many from the field. Oku is the own defender coming in there as well. And here is this opportunity where there's an appeal from Martinez. Is there enough there? Not clear and obvious, but a tight call with a really clever run and a good ball in that is causing him some problems in behind. It's one that you'd shout for. Moving it on to Rodriguez. Blackman with options arriving in the middle. Helped out by Andrade, who stuck that just a little too close to a goalkeeper who was clattered. It was pretty good goalkeeping because you know there's going to be some contact here. Time is on the horizon. Panama pressing for that opening goal. Barcenas warned by a few thousand to hurry up a little. Cross from Martinez. Atizigi out again, and once again. Parted again. And up on his feet just to see the strike, which was a little wild. Great work. They have some good width, Panama, when it delivered balls in from both sides of the park. That's a good ball. The goalkeepers as well, again, has had a few challenges and a really good save in the first half here. With the ball through, and Atizigi very swiftly out for the feet of Murillo. He's got to scurry back in now. It has been. I mean, Panama, other than scoring, have done a pretty good job controlling this match. And like I said, the width is very good. They just basically put men on the touchline on the other side. And no team has got a whole half without an attempt at this World Cup final so far. Maybe this is their moment. Nuama. Well, it wasn't worth the wait, was it? And that is half-time. Brings to an end the first half in which Panama have had more of the ball and carried more of the threat, but without reward as yet. Sprawling to say, to deny him. Toronto Evening provides an opportunity for some of those less well known around the world perhaps to join the giants of the game in the headlines. Certainly somebody needs to make some headlines in this game for these two sides. You'd think we need to see a winner, some might argue, because of the quality of the other two teams in this group. Ghana starting
as they mean to go on after a relatively sleepy first half from their point of view. Suleiman helping on his way in the middle, it's well attacked, but it's straight at Orlando Mosquera. Good high line for Panama defensively. They know the difficulties they would have if they were sitting deeper, and those headers would be coming in from a lot closer. Jetty gets his effort on target. Mosquera does very well just gathering that simply. Suleiman waited for Mensah to join in. Well, that moved a fair bit in the air and certainly had Mosquera concerned. Attempts in the second half, which is already as many as we saw in the whole of the first. When we share who we truly are, real connections happen. Black and white, the magic of sharing. Love makes you go the distance. B6, Mahindra electric SUVs. Some things you do for a good life. Some for a greater good. 100 pipers. Be remembered for good. Another dance? Up to you. P-Life. The SUV. Car rocks. You find yourself behind. Rodriguez up against Ajeti. Still there for Rodriguez, or maybe for Waterman. Off the head of Ajeti. Oh, it's Martinez here! Well, from his point of view, the wrong side of the net. But just for... They certainly did, and it was close. It just gets out away from him. The first touch was off. Closed down so quickly. He's reaching forward a little bit, trying to get in on target, but he can't quite get it up high into the top corner, near post. Some fans thought it was in. It was so close. Rondonio. Now Blackman trying to bend one. That's how they saw it all the way into the gloves. Yeah, the goalkeeper sees that all the way, and it was well saved by the goalkeeper. Ziggy, who's injured. Brandon towards Asante. Jordan Ayew is there! And last-ditch defending prevents an almost certain Ghana opener. I thought Ramos got caught on the wrong side. He got a little bit ball watching, comes right across the face, and he does just enough to get in front of Jordan Ayew. Good clearance in the end. A split second, a little bit further in front, Ayew would have had a top in. Ramos races forward. Might fancy it here. He does! Well, well, well. That would have been quite the moment. Played out a goalless draw in their World Cup history. They have kept a couple of clean sheets in their 15 matches played at the World Cup. Here's Semenyo, bit of room. Mosquera plunges upon the ball towards Senea. Lots are coming together, which does lead to a Ghana free kick and a yellow card for Cesar Blackman. And it goes sort towards Ajeti, who leapt really well, but didn't quite get above it. Look in this half. All set pieces, he's under some pressure, trying to adjust. On from Barcenas. Murillo. Plenty waiting for the cross. Barcenas for the pullback. And it was always
likely to sail over the top. Away from cornerback. Ghana could be in business. They are! Right at the end. Ghana find a way to make the difference. And the Ghana bench goes absolutely crazy. Carlos Crowns gets it bang on in the second half. His substitutes have been. It's now or never for Panama. In from Alexis Mosquera's there, and Diaz as well. And the air towards Carlos Harvey, I think. ഗാന പനാമേനോട് ജയിച്ചതില്ലേ, ഗാനയ്ക്കൊരു ടാപ്പിന് കൊടുത്തു. ടാപ്പിന് നിന്നാണ് ജയിച്ചത്. When we share who we truly are, real connections happen. Black and white, the magical. ഗാന പനാമ മത്സരം ഇന്നലെ രാവിലെ നടന്നത് അത് ഗാന 1-0 പനാമേനോട് ജയിച്ചത്. ആ പനാമേനോട് ജയിച്ച മാച്ചിൽ ഗാന സ്കോർ ചെയ്തതൊരു ടാപ്പിനാണ്. ഗോളീനെ പനാമയുടെ ഗോളീനെ കബളിപ്പിച്ചുകൊണ്ട് ടാപ്പിനിൽ നിന്നാണ് ഗോൾ സ്കോർ ചെയ്തത്. ഇനി രണ്ടാമത്തെ മാച്ചുണ്ട്, കൊളംബിയയുടെ ഒരു മാച്ചുണ്ട്. കൊളംബിയയുടെ ഒരു മാച്ച് ഉണ്ടായിരുന്നു, അതൊന്ന് കാണണമായിരുന്നു. അതിൻ്റെ ഹൈലൈറ്റ്സ് ഉണ്ട്. അപ്പം എല്ലാ ഹൈലൈറ്റ്സും കണ്ടായിരുന്നു. നല്ല ഉറക്കം വന്നിട്ട് എന്നാലും ഹൈലൈറ്റ്സ് ഒക്കെ കണ്ടു തീർത്തിട്ടാണ് പോകുന്നത്. Some things you do for a good life. Some for the greater good. 100 pipers, being remembered for good. Another dance? ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 2:43 AM ഓഫ് 19th June 2026. ഉസ്ബെക്കിസ്ഥാൻ വേഴ്സസ് കൊളംബിയയാണ് നടന്നത്. ഉസ്ബെക്കിസ്ഥാൻ 1, കൊളംബിയ 3 അങ്ങനെ ജയിച്ചത്. ഉസ്ബെക്കിസ്ഥാൻ 1-3 കൊളംബിയ 3-1 കൊളംബിയ ജയിച്ചു. കാണാം highlights. Countless successes. Colombia's best World Cup run was to the quarterfinals when they were in Brazil back in 2014. Yeah, the Mexico City Stadium is distinctly turned yellow. I think it's going to be tough for Uzbekistan beating the Colombia team, but also trying to quieten down this passionate, Colombia fan base. Incredibly noisy. Challenge for Colombia as well. Got the weight of expectation. I think anything less than a win for them will be seen as failure. Mexico City Stadium had the first game of the tournament, and now the final two teams are ready to show their hand for the first time. Uzbekistan one of just 5 teams to start a teenager at the World Cup so far. The country's hero is Eldar Shomurodov, who leads the line with an all-time record of 44 goals. Number 45, he netted 26 goals and wins his 75th cap. Up front, Luis Suarez, who scored 4 of his 5 international goals. Luis Suarez എന്ന് പറയുന്ന കൊളംബിയയുടെ പുതിയ സ്ട്രൈക്കർ. It's history and a very proud moment for Uzbekistan as they play in a World Cup for the first time ever and under a former World Cup winning captain, no less. Well, this year with his current side Sporting in Lisbon in Portugal and previously in Almeria as well in Spain. And a free kick here to Uzbekistan and a yellow card as well. It's brilliant work from Vasiliev, who just closes down Mojica. Position here for the set piece. Joan Mojica goes into the book. ഉസ്ബെക്കിസ്ഥാനിന് ഒരു ഫേമസ് ഹീറോ എന്ന് പറയുന്നത് ഫൈസുല്ലായിരുന്ന അവനൊരു ചെറിയ ചെറുക്കൻ അടിപൊളി കളിയാണ്. John Arias! Side netting only. No, plenty of the fans inside this stadium thought it was this Great work off the ball, Gustavo Puerta. They're running back, chasing back, winning the ball back, getting it to Arias. You see what he's trying to do, just maybe whip it in at that bottom corner. Just doesn't wrap his instep around it. As the ball switched towards Diaz, he was tucked tight with him, shoulder to shoulder with him. It's good defending. Arias. Oh, nice reverse. Diaz! Oh, he's off the post! And the goalkeeper got a touch there after as well. It looked for all the world as though that one would nestle into the far corner. But
and not quite. I talked about it a lot, the attackers changing positions. Arias drifting in field. Diaz looking to get in behind the Uzbek defence. He's so unlucky. He has to strike it across goal. Diaz. There were so many runners here, Colombia. Munoz, one of those! Party time in Mexico City for Colombia. The rotations were too much for Uzbekistan. And of all people to finish, flying in from right back, it's Daniel Munoz. Because eventually you'll get a quality forward ball, you get a brilliant forward run, well timed. It's absolute perfection for Munoz. കൊളംബിയയുടെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് എങ്ങനെയാണോ ബാർസലോണ 6-1 PSG-നോട് ജയിച്ചത്, അപ്പോൾ സർജിയോ ബുസ്കറ്റ് അവസാനത്തെ ഗോൾ എങ്ങനെയാണോ അടിച്ചത് അതേ രീതിയിലുള്ള ഗോളാണ് കൊളംബിയ അടിച്ചത്. ഫസ്റ്റ് ഗോൾ മുനിയോസ്. Just a fourth international goal for Daniel Munoz. Way out there, it was a dipping and swerving effort from James Rodriguez. Wing back for Uzbekistan. കൊളംബിയ 2018 വേൾഡ് കപ്പിന് ശേഷം ആദ്യമായിട്ടാണ് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 വേൾഡ് കപ്പിൽ അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഹാഫ് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും ഉസ്ബെക്കിസ്ഥാൻ 0 കൊളംബിയ 1 ആയിരുന്നു. 3-1 കൊളംബിയ ജയിച്ചത്. നല്ല ടഫ് ഗെയിം ആയിരുന്നു ഞാൻ പറഞ്ഞത്. From Diaz's ball in with 5 minutes to go in this first half, which means at the break the debutants are behind. It is Uzbekistan 0, Colombia 1. Do it again. Imagine they'll probably do the same thing again. Nothing can really affect what they do. Well, maybe they won't. Stupov with the long ball forward here for Uzbekistan, who are looking to try and come from behind here to get their fans behind this goal away to our left hand side, something to cheer. Beautifully waited for Mojica, in towards Suarez. Oh, that was miscontrolled there by Shuratov. There's Mojica stepping forward, decent cross. And the centre half is in a good defensive position, but once it bounces off him, Shukurov. Nice step through here, albeit wide. Held back in by Handamov. Oh, is he going to go in? It is! ഫൈസുലേവ് അടിച്ച ഗോൾ സൂപ്പറായിരുന്നു. ഗോൾ കീപ്പറിനെ വോളി അടിച്ച് ഗോൾ കീപ്പർ സേവ് ചെയ്ത്, ഗോൾ കീപ്പറിൻ്റെ എതിരെ വോളി അടിച്ചു ഉസ്ബെക്കിസ്ഥാൻ. ഗോൾ കീപ്പർ സേവ് ചെയ്ത് ഗോൾ കീപ്പറിൻ്റെ ചാടി വന്ന് നെറ്റിൻ്റെ മുമ്പിലേക്ക് വന്ന് ഫൈസുലേവ് അടിച്ചു. ഉസ്ബെക്കിസ്ഥാൻ 1 കൊളംബിയ 1 16 മിനിറ്റ്സ് ആയപ്പോഴത്തേക്ക് ആക്കിയത്. ഹൈലൈറ്റ്സ് ആണ് ഹൈലൈറ്റ്സ്. And then he does the most important thing, he gets himself into the penalty area. You hand him off, this is a decent cross when he's running out of pitch. And Shamuridov does well to get that shot. His striking mate scores, nothing happens, he follows the ball. Faizuleh, super cut. When we share who we truly are, real connections happen. Black and white, the magic of sharing. You glow different when you're in love. 16 million shades of love to choose from. B6, Mahindra Electric SUVs. Some things you do for a good life. Some for greater good. 100 Pipers. Be remembered for good. Another dance? After you. To life. The SUV. Car rocks. Ball in, gets a break of the ball, and what scenes for the game to Colombia, and the changes certainly on the left hand side have had an effect. Colombia looking to respond and re-establish their lead. Rodriguez. Oh, not clear. Arias.
Oh, Suarez didn't get a chance. Alias blocked well. Super defender, Uzbekistan. And the lever with a speculative effort which does yield the Rodriguez, and there's no shout for Kasanov. Just let go of this ball, leave it. He doesn't, he plays it, keeps it alive. But then your response there, who were originally born in Uzbekistan. Now, Quetta on the charge. Good save, but in it goes. Luis Diaz re-establishes Colombia's lead. And Uzbekistan can't say that. Luis Diaz first ever goal addition World Cup. Colombian superstar. He couldn't keep it out. And Colombia back in front again. Well, Uzbekistan are really unhappy. They feel that Shmurodov was actually fouled in the lead up to the goal. You know, when he gets down, he just needs a stronger left arm to keep this out. Wow. It's not right in the corner. Super one touch. ഇങ്ങനെ കൊടുത്തു ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചു. Long one. Uzbekistan just about able to get it away, but Arias comes back. He's set. 85 minutes ആയപ്പോഴത്തേക്ക് ഉസ്ബെക്കിസ്ഥാൻ 1 കൊളംബിയ 2. Sofia. And Monov. It's really well so far. That's a fine pick out as well. ഉസ്ബെക്കിസ്ഥാൻ സൂപ്പർ കളിയാണ് കളിച്ചത്. Oh, what? With time fast running out, that could have been the moment. Oh, it does so well because the ball has really zipped into his feet. His first touch is excellent. Adjusts his body. See what he's trying to do, just drop it into that top corner. Just gets underneath it slightly too much. And that's a great chance. Again, just underlines how Uzbekistan ഏഷ്യയുടെ പ്രൗഡാണ്. ജപ്പാനേക്കാളും ബെസ്റ്റ് ടീം പറയാൻ പറ്റില്ല. അതുപോലെയാണ് കളിച്ചത്. ഡെബ്യൂട്ടാണ്, ഫസ്റ്റ് മാച്ച്. Colombia അടിപൊളി കളി കളിച്ചു. Mr. Lorenzo was talking about managing the anxiety of the Colombia fans. They're really feeling it right now. Yeah, such a difficult ball to deal with. It's just that the flick on from Handem up as well causes the problem. Though he does actually strike an arm. It's Arias who is strong. It's some great effort. That's tremendous play. And the cross as well to finish it. Goal! Goal, Colombia! Leandro Campos seals the deal. And it is 3 points on the ദൂരത്തുനിന്നൊരു ത്രൂ ബോൾ ഹെഡറിലാണ് ഹിറ്റ് അടിച്ചത്. ഉസ്ബെക്കിസ്ഥാൻ 1 കൊളംബിയ 3. 90 minutes. Highlights കാണുമായിരുന്നു. Match number 25. FIFA World Cup 2026. We're well past the allotted 8 minutes. Oh! That would have been a goal of the tournament contender right there. The margin's so fine in this sport we love and cherish so much. It will count for very little. What a balmy game is. And what a hit there. Full time, it's over. Colombia winners. Uzbekistan devastated. When we share who we truly are, real connections happen. Black and white, the magic of sharing. $2:54 AM of 19th June 2026. അടിപൊളിയാണ് വേൾഡ് കപ്പ് അടിപൊളിയാണ്. Something she'd do for a good life. 26 matches കഴിഞ്ഞു. 27th match. For greater good. 100 pipers. Be remembered for good. Another dance? Up to you. To life. The SUV Tar Rocks. They contributed so much to this riveting game of football. But as is so often the case on the biggest stage,
it can be a matter of fine margins. They will pick themselves up, no doubt about that. But Colombia the winners. Diaz with the ultimate winning goal, but Camp has made his save deep into added time. It's finished Uzbekistan 1, Colombia 3. നല്ല കളി. ഇപ്പോൾ ആറാമത്തെ വീഡിയോ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ 8 ആറാമത്തെ വീഡിയോ തീരാറായി കംപ്രസ് ചെയ്ത്, അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതുവരെയുള്ള ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് 26 മാച്ചസ് കഴിഞ്ഞു. 108 മാച്ചസിൽ നിന്ന് 4 വർഷത്തിലൊരിക്കൽ വന്ന ഒരു വേൾഡ് കപ്പാണ്. അതിൽ 108 മാച്ചസിൽ നിന്ന് ഫസ്റ്റ് ഗ്രൂപ്പ് സ്റ്റേജസിൻ്റെ മാച്ചസൊക്കെ തീർന്നു. സെക്കൻഡ് മാച്ച് ഡേ തുടങ്ങി, അതിൽ 2 മാച്ച് തീർന്നു. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇതുവരെ മാച്ച് ഡേ 1 എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. 26 മാച്ചസ് തീർന്നു. അപ്പോൾ ആദ്യം മുതൽ പറയാം. മെക്സിക്കോ 2, സൗത്ത് ആഫ്രിക്ക 0. അതിലാണ് ഏറ്റവും കൂടുതൽ റെഡ് കാർഡ് പിറന്ന മത്സരം. അപ്പോൾ അതിൽ 2-0 ആദ്യമേ ഒരെണ്ണം നട്ട്മക്കടിച്ച് ഓടി വന്ന് നട്ട്മക്കടിച്ച് ഗോൾ അടിച്ചതാണ്. രണ്ടാമത്തെ മറ്റേ ജിമിനസിൻ്റെ വക ഒരു ഗോളായിരുന്നു, ഹെഡർ. അത് ഭയങ്കര ഇമോഷണലായി. പിന്നെ രണ്ടാമത്തെ ഇതിൽ ലോങ് ത്രോയിൽ നിന്ന് ചെക്ക് റിപ്പബ്ലിക് ഒരു ഗോൾ അടിച്ച്, അപ്പുറത്ത് സൈഡിൽ കൂടെ ഒരു ഗോൾ അടിച്ചു. പിന്നെ സൗത്ത് കൊറിയ രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് അടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് അടിച്ച്. പിന്നെ ബോസ്നിയയും കാനഡയും തമ്മിലുള്ള മാച്ചായിരുന്നു. ആ മാച്ചിൽ ആദ്യമേ ബോസ്നിയ ലോങ് ത്രോയിൽ നിന്നൊരു ഗോൾ അടിച്ചു. ലോങ് ത്രോയിനല്ല, കോർണറിൽ നിന്നൊരു ഗോൾ അടിച്ചു. അതിനുശേഷം കാനഡ ടീം നല്ലൊരു ഗോള് അടിച്ചു. അത് വോളി ഗോളായിരുന്നു. 4-1 USA പരാഗ്വേനെ തോൽപ്പിച്ചു. അത് മൊത്തം ലോങ് ഷോട്ടിൻ്റെ കളിയായിരുന്നു. ഖത്തർ സ്വിറ്റ്സർലാൻഡ് മാച്ചിൽ ആദ്യമേ സ്വിറ്റ്സർലാൻഡ് അടിച്ചു. അത് ബ്രയൻ എംബോളോയുടെ വക ഒരു പെനാൽറ്റി ആയിരുന്നു ലെഫ്റ്റ് സൈഡിലേക്ക്. ഖത്തർ അവസാന നിമിഷം ഒരെണ്ണം അടിച്ചു. അതോടെ ഖത്തർ 1 സ്വിറ്റ്സർലാൻഡ് 1. മൊറോക്കോ ബ്രസീൽ മാച്ചായിരുന്നു ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പുള്ള മാച്ച് ഈ വർഷത്തെ. അപ്പോൾ അതിൽ ബ്രസീൽ ആദ്യമേ മൊറോക്കോ ചിപ്പ് ചെയ്ത് ഒരു ഗോൾ അടിച്ചു. പിന്നെ ബ്രസീൽ അടിച്ചു. നെയ്മർ ബെഞ്ചിലായിരുന്നു. അത് വൺ ഓഫ് ദി മോസ്റ്റ് വ്യൂഡ് മാച്ച് ഇൻ ദി ഫിഫ വേൾഡ് കപ്പ് 2026 ആണ്. ഹൈറ്റി സ്കോട്ട്ലാൻഡ് മാച്ചിലാണ് രാവിലെ എണീറ്റിട്ട് ബ്രസീൽ കണ്ടതിന് ശേഷം ഉറങ്ങാതിരുന്ന് കണ്ടത്. അത് സ്കോട്ട്ലാൻഡ് ഒരു വോളി അടിച്ചിട്ടാണ്. ഹൈറ്റി നല്ലോണം കളിച്ചായിരുന്നു. പിന്നെ മറ്റേതിൻ്റെ ഹൈലൈറ്റ്സ് മാത്രമേ കണ്ടുള്ളൂ. ഓസ്ട്രേലിയ ടർക്കി മാച്ച്. ഇപ്പുറത്തുനിന്ന് ഒരു ഗോൾ അടിച്ചു ഓടി വന്നിട്ട് ലോങ് റേഞ്ചർ ഗ്രൗണ്ടഡ്, ഇപ്പുറത്തുനിന്ന് ലോങ് റേഞ്ചർ ഗ്രൗണ്ടഡ്. പിന്നെ 7-1 കൊസാവോനെ ജർമ്മനി തോൽപ്പിച്ചത്. ആ മാച്ച് റിമെമ്പർ ചെയ്യിപ്പിച്ചത് 2014 വേൾഡ് കപ്പിലെ 7-1 ജയമായിരുന്നു ബ്രസീലിൻ്റെ എതിരെയല്ല. അതിൽ കുസാവോ അടിച്ചു. ആദ്യമേ തന്നെ ജർമ്മനി ഒരു സൈഡിൽ നിന്ന് ഒരു കിക്ക് അടിച്ചു. പിന്നീട് കായ് ഹവേർട്സിൻ്റെ തേർഡ് ഗോൾ എന്ന് പറയുന്ന ഒരു പെനാൽറ്റിയാണ്. അത് ലെഫ്റ്റ് സൈഡിലേക്ക് അടിച്ചു. പിന്നെ കുറേ അടിച്ചു ഗോൾ. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ അടിച്ചു. പിന്നെ മറ്റേ ജമാൽ മുസിയാല അടിച്ചു. അവസാന നിമിഷം ഒരു ചിപ്പ് ചെയ്തിട്ടൊരു ഗോൾ അടിച്ചു. അതാണ് കായ് ഹവേർട്സാണ് അവസാനം അടിച്ചത്. പെനാൽറ്റിയും കായ് ഹവേർട്സ് തന്നെ അടിച്ചു. അപ്പോൾ അതോടെ 7-1 കുർസാവോൻ്റെ എതിരെ ജയിച്ചു. പിന്നെ ജപ്പാൻ നെതർലാൻഡ്സ് എന്ന് പറയുന്ന മാച്ച് നെതർലാൻഡ്സ് വിർജിൻ വാൻഡേക്ക് ഗോൾ അടിച്ചു. അതിനുശേഷം ജപ്പാൻ്റെ വക ഒരു ലോങ് റേഞ്ചർ ഗോള്. പിന്നെ നെതർലാൻഡിൻ്റെ വക ഒരു ലോങ് റേഞ്ചർ. പിന്നെ ജപ്പാൻ്റെ വക ഒരു ഹെഡർ കോർണറിൽ നിന്ന് കിട്ടിയ. പിന്നെ നമ്മുടെ ഇതെന്ന് പറയണത് കോട്ടഡി ഐവോറിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ യങ് സ്റ്റാർ ആയിട്ടുള്ള ആരാണ്, അമദ് ഡിയാലോ ഗോൾ അടിച്ചതാണ്. അത് 83rd മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് വന്ന തന്നെ ഗ്രൗണ്ടഡ് ഷോട്ടായിട്ടുള്ള ലോങ് റേഞ്ചറാണ്. ബോക്സിൻ്റെ ഔട്ട് സൈഡിൽ നിന്നാണ് അടിച്ചത്. അമദ് ഡിയാലോ ഗോൾ സ്കോർ ചെയ്ത്. എൻ്റെ ആഗ്രഹമായിരുന്നു അത് ജയിച്ച്. പിന്നെ സ്വീഡൻ 5-1 ടുണീഷ്യനെ തോൽപ്പിച്ചു. അതിൽ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ഗോൾ കീപ്പർ ടുണീഷ്യയുടെ പുറത്തേക്ക് ഇറങ്ങി വന്നായിരുന്നു. ഗോൾ കീപ്പറിന് പകരം ലൈനിൽ സേവ് ചെയ്യാൻ വേണ്ടി നിന്നിരുന്നത് ഒരു ഡിഫൻഡറായിരുന്നു. അപ്പോൾ പുറത്തുനിന്നൊരു വോളി അടിച്ചാണ് സ്വീഡൻ ആദ്യമേ ലീഡ് എടുത്തത്. പിന്നെ ടുണീഷ്യ ഒരു ഫ്രീ കിക്കിൽ നിന്ന് ഹെഡർ അടിച്ചെടുത്തു. പിന്നെ ഗ്യോർക്കിറസ് ആദ്യത്തെ ഗോൾ അടിച്ചു. അത് മിടുക്കെന്ന് പറയണത് മറ്റേവൻ്റെ ആയിരുന്നു, അലക്സാണ്ടർ ഐസാക്കിൻ്റെ മിടുക്കായിരുന്നു അത് അടിച്ചത്. പിന്നെ ഇങ്ങനെ തിരുവരാന്ന് പറഞ്ഞ് അടിച്ചു. പിന്നെ സ്പെയിനിൻ്റെയും ലാമിൻ യമാലിൻ്റെ വേൾഡ് കപ്പ് ഡെബ്യൂ, സ്പെയിനിൻ്റെയും
കേപ്പ് വെർഡയുടെ മാച്ചായിരുന്നു. കേപ്പ് വെർഡയുടെ ബോഹിന എന്ന് പറയുന്നൊരു നല്ലൊരു ഗോൾ കീപ്പറായിരുന്നു. അദ്ദേഹം കുറേ സേവ് ചെയ്ത് അദ്ദേഹം ഹീറോയെ ഒത്തിരി മാച്ചായി. 0-0 മാച്ചിൽ ഡ്രോ ആയി. പിന്നെ ബെൽജിയം ഈജിപ്ത് എന്ന് പറയുന്നത് രാത്രി തന്നെ ഇരുന്ന് കണ്ടതാണ്. അതിൽ ഈജിപ്ത് ആദ്യമേ തന്നെ ഒരു ലോങ് റേഞ്ചർ അടിച്ച് ഗോൾ അടിച്ച്. പിന്നെ റൊമേലു ലുക്കാക്കു വന്നിട്ട് ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റിലാണ് ബെൽജിയത്തിനെ 1-1 സമനിലയിൽ എത്തിച്ചത്. പിന്നെ സൗദി അറേബ്യ അൽ-അമ്രയിലൂടെ ഹെഡ് ചെയ്ത് അവസാനം ഓടി വന്നിട്ട് ഹെഡ് ചെയ്തിട്ടാണ് അൽ-അമ്രി അടിച്ചത്. പിന്നെ മറ്റേ ഉറുഗ്വേ താരമാണ് അടിച്ചത്, മാക്സി റോഡ്രിഗസ് എന്ന് പറയുന്നത്. അയാളുടെ ഭയങ്കര ഫേക്കായിട്ടൊരു ന്യൂസ് ഇറങ്ങിയായിരുന്നു, അയാൾ ഇന്ത്യൻ ഒറിജിൻ ആണെന്ന് പറഞ്ഞാൽ. അത് പക്ഷേ ഫേക്കായിരുന്നു ന്യൂസ്. ഇപ്പോൾ 1-1 സൗദി അറേബ്യ ഉറുഗ്വേ മാച്ച് വരുന്നത്. പിന്നെ ഇറാൻ ന്യൂസിലാൻഡ് മാച്ച് എന്ന് പറയുന്നത് 2-2 ഡ്രോ. ഒരു ടിക്കിട്ടാക്കിയെന്നൊരു ഗോൾ അടിച്ച് നമ്മുടെ ന്യൂസിലാൻഡ്. ഇറാന് ഒരു ഹെഡറും മറ്റൊക്കെ അടിച്ച്, എനിക്ക് ക്ലിയറായിട്ട് ഓർമ്മയില്ല. അതൊക്കെയാണ് സംഭവം. നല്ല മാച്ചായിരുന്നു. പിന്നെ എംബാപ്പയുടെ 2 ഗോൾ അടിച്ച് സെനഗലിനെ തോൽപ്പിച്ച മാച്ച് നല്ലൊരു മാച്ചായിരുന്നു. പിന്നെ ഹാളൻഡിൻ്റെ 2 ഗോൾ അടിച്ച്. പക്ഷേ ഇറാഖ് നല്ല രീതിയിൽ കളിച്ചു, ഫൈറ്റ് ബാക്ക് ചെയ്തു. പിന്നെ മെസ്സിയുടെ ഹാട്രിക്കോടെ അർജൻറ്റീന അൾജീരിയയുടെതിരെ 3-0 ജയിച്ചു. പിന്നെ ഓസ്ട്രിയയുടെ ആർട്ടാനോവിച്ച് ഇന്നലെ രാവിലെ അടിച്ചത്. അർണാട്ടോവിച്ച് അടിച്ചിട്ട് പിന്നെയാണ് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയത്. അതിൽ ജോർദാൻ ആദ്യം ഒരു ഓടി വന്നിട്ടൊരെണ്ണം അടിച്ച്. പിന്നെ ഇയാൾ ഒരു ലോങ് റേഞ്ചർ അടിച്ച് അർണാട്ടോവിച്ചിൻ്റെ അവരുടെ തന്നെ. പിന്നെ അവസാന നിമിഷം കോർണറിൻ്റെ ഓൺ ഗോൾ പോയി. പിന്നെ അവസാന നിമിഷം അർണാട്ടോവിച്ച് തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ അടിച്ചു പെനാൽറ്റി. പിന്നെ പോർച്ചുഗൽ കോങ്കോ എന്ന് പറയുന്ന മത്സരം 1-1 ഡ്രോ ആയി. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സെൽഫിഷ്നെസ് കാരണം ഡ്രോ ആയി പോയത്. ജാവനോസാണ് ആദ്യമേ ഫ്രീ കിക്കിൽ നിന്ന് ഹെഡർ അടിച്ചത് പോർച്ചുഗലിന് വേണ്ടിയിട്ട്. കോങ്കോ ടീമിൻ്റെയും ഹാഫ് ടൈം ആയപ്പോൾ ഒരു ഹെഡറാണ് അടിച്ചത്. പിന്നെ മറ്റേത് ഹാരി കെയിൻ്റെയും നല്ലൊരു കളിയായിരുന്നു. അപ്പോൾ അതിൽ ആദ്യമേ ഹാരി കെയിൻ ഒരു പെനാൽറ്റി സേവ് ചെയ്ത് വിട്ടു, ലിവാക്കോവിച്ച് സേവ് ചെയ്തു. പിന്നെ ഹാരി കെയിൻ ആ പെനാൽറ്റിനെ റീടേക്ക് ചെയ്ത് അടിച്ചു. പിന്നെ പറഞ്ഞാൽ ലോങ് റേഞ്ചർ ക്രൊയേഷ്യ അടിച്ചു. പിന്നെ ഹാരി കെയിൻ ഒരു ഹെഡർ അടിച്ചു കോർണറിൽ നിന്ന്. പിന്നെ ക്രൊയേഷ്യ 45-ാമത്തെ മിനിറ്റിന് മറ്റേ പാസലിച്ചല്ല മറ്റേ ആൾ ഇവാൻ പെരിസിച്ചിൻ്റെ ബാക്ക് ഹെഡർ വക ഒരു കളി. പിന്നെ ജൂഡ് ബെല്ലിംഗാമും മാർക്കസ് റാഷ്ഫോർഡും വന്നിട്ട് ഗോൾ അടിച്ചു. അപ്പോൾ 4-2 ഇന്നലെ രാത്രി തോൽപ്പിച്ചു. പിന്നെ ഗാന പനാമ ഞാൻ പറഞ്ഞ പോലെ ഹൈലൈറ്റ്സ് ഇപ്പോൾ കണ്ട പോലെ 1 ടച്ചിൽ എഴുതി. പിന്നെ കൊളംബിയയുടെ എതിരെയുള്ള മാച്ച് ഉസ്ബെക്കിസ്ഥാൻ സൂപ്പർ മാച്ച്. ഉസ്ബെക്കിസ്ഥാൻ്റെ മാച്ച് ഗോൾ കീപ്പറിന് തട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഫൈസുലേവ് അടിച്ചതാണ്. കൊളംബിയ നല്ല അടിപൊളി മറ്റേ സർജോ ബുസ്കറ്റ് 2014 അടിച്ച പോലത്തെ ഒരു അടിയാണ്. പിന്നെ അതുപോലെയൊക്കെ അടിച്ചു, അതാണ് ജയിച്ചത്. പിന്നെ ചെക്ക് റിപ്പബ്ലിക് സൗത്ത് ആഫ്രിക്കയാണ് സെക്കൻഡ് മാച്ച് ഡേയുടെ ആദ്യത്തെ മാച്ച് ഇന്ന് രാത്രി നടന്നത്. അത് ചെക്ക് റിപ്പബ്ലിക് ആദ്യമേ തന്നെ കട്ട് പാസ് കൊടുത്തു, മുമ്പിലേക്ക് ഇട്ടു. മുമ്പിലത്തെ സ്ട്രൈക്കർ ഗോൾ അടിച്ചു. സൗത്ത് ആഫ്രിക്കയുടെ അടി എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് പെനാൽറ്റി അവസാനത്തെ 83rd മിനിറ്റിന് കിട്ടി. പിന്നെ സ്വിറ്റ്സർലാൻഡ്-ബോസ്നിയ ഇപ്പോൾ കണ്ട മാച്ച്, അതിൽ ആദ്യമേ സ്വിറ്റ്സർലാൻഡ് ഗോൾ അടിച്ചായിരുന്നു, അത് ഞാൻ കണ്ടില്ല പിന്നെ സ്വിറ്റ്സർലാൻഡ് രണ്ടാമത്തെ ഗോൾ കിട്ടി. അതിങ്ങനെ ഒരു കട്ട് പാസ് ചെയ്ത് 1 ടച്ചിൽ നെറ്റിൻ്റെ ഉള്ളിലേക്ക് ഇട്ടതാണ്, അങ്ങനെ കർവിങ് ഷോട്ടായിരുന്നു. പിന്നെ അപ്പോൾ തന്നെ നമ്മുടെ മൂന്നാമത്തെ ഗോൾ അപ്പോൾ തന്നെ വന്നായിരുന്നു, ഒരു ഹെഡറായിരുന്നു. പിന്നെ അവസാന നിമിഷമായപ്പോഴത്തേക്ക് റെഡ് കാർഡ് കിട്ടിയപ്പോഴത്തേക്കും നമ്മുടെ ബോസ്നിയ ഒരു വോളി അടിച്ചാണ് ജയിപ്പിച്ചത്. പിന്നെ അവസാന നിമിഷം നമ്മുടെ മറ്റേ ആൾ ഗ്രാനിറ്റ് സാക്ക പെനാൽറ്റിയിലൂടെ ആദ്യമായിട്ടാണ് ഒരു റൈറ്റ് സൈഡിലേക്ക് ഈ വർഷത്തെ 2026 വേൾഡ് കപ്പിൽ റൈറ്റ് സൈഡിലേക്ക് ഒരു പെനാൽറ്റി അടിക്കുന്നത് ആദ്യമായിട്ടാണ്. അതോടെ 26 മാച്ചസ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇന്ന് രാത്രി കാനഡ ഖത്തർ ഉണ്ട്, അത് കാണൂല. പിന്നെ നാളെ രാവിലെ മെക്സിക്കോ സൗത്ത് കൊറിയ ഉണ്ട്, അത് കാണൂല. അത് നാളെ രാവിലെ രണ്ടും കാണും. പിന്നെ ടോപ്പ് ഫുട്ബോൾ HD-യുടെ പിന്നെ ബാക്കിയുള്ളവരുടെ വീഡിയോസൊക്കെ കണ്ടു തീർത്ത്. അപ്പോൾ പെൻഡിങ് എല്ലാം മാറ്റി മറ്റന്നാൾ രാവിലെ 6 മണിക്കാണ് ഹെയ്റ്റിയും ബ്രസീലും. അത് ബ്രസീൽ ഉറപ്പായിട്ട് ജയിക്കുന്നതാണെന്ന് പറയണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ. അപ്പോൾ ബൈ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 3:05 AM ഓഫ് 19th June 2026. ഹൈലൈറ്റ്സും കണ്ടു.
2 മാച്ചും കണ്ടു. സൗത്ത് കൊറിയ, സൗത്ത് ആഫ്രിക്ക, ചെക്ക് റിപ്പബ്ലിക് 1-1 ഡ്രോ. പിന്നെ ഇതെന്ന് പറയുന്നത് നല്ല എക്സൈറ്റിംഗ് മാച്ചായിരുന്നു. ലാസ്റ്റ് നിമിഷമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ട്. അപ്പോൾ ഗുഡ് നൈറ്റ്. പിന്നെ താടി വീണ്ടും വെച്ചു, കുറച്ച് വയ്ക്കട്ടെ എന്ന് വിചാരിച്ചു. ഈശ ചെറുതായിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ സമയം എന്ന് പറയുന്നത് 3:07 AM ഓഫ് 19 ജൂൺ 2026. ഇനി ഉറങ്ങാൻ പോവുക. നാളെ രാത്രിയിലത്തെ മാച്ച് കാണും. നാളെ രാത്രി ഇല്ലയെന്ന് പറഞ്ഞാൽ മറ്റന്നാൾ രാവിലെ ബ്രസീലിൻ്റെ മാച്ച് കാണാൻ വേണ്ടി എനിക്ക് അതാ പ്ലാൻ. 26 മാച്ചസ് കഴിഞ്ഞു. നല്ല ടൂർണമെൻറ്റാണ്. 1 വീക്ക് കഴിഞ്ഞു. 11th സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 19th. 11th കഴിഞ്ഞ് തേഴ്സ്ഡേ ആയിരുന്നു. ഇപ്പോൾ ഇന്ന് 19th ഫ്രൈഡേ ആയി. 1 വീക്ക് കഴിഞ്ഞു. 1 വീക്കിനുള്ളിൽ 26 മാച്ചസ് കഴിഞ്ഞു. ജൂലൈ 19th 2026 നമ്മുടെ ഇതെന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ, സി യു ലേറ്റർ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.